ഓക്കെ, നമുക്ക് ഔട്ട്സൈഡ് കേരള കൂടി ഓഡിയൻസ് ഉണ്ട്, പക്ഷേ നമ്മുടെ സെഷൻ ഇന്ന് മലയാളത്തിലായിരിക്കും. ടുഡേ സെഷൻ വിൽ ബി ഇൻ മലയാളം, ആൻഡ് ഫോർ other audience we would plan such sessions in the future. So if anyone is attending from outside Kerala, we will definitely plan such sessions and inform in the group, right? So AI-യുമായി ബന്ധപ്പെട്ട് എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതാണ്. അപ്പൊ ഈ AI എന്ന് പറയുന്നത് അക്കൗണ്ട്സിലും ടാക്സിലും ഓഡിറ്റിലും ഒക്കെ എങ്ങനെ അപ്ലൈ ചെയ്യാം, അതിന്റെ ഒരു ഫ്രീ ഡെമോ സെഷനാണ് നമ്മൾ ഇന്ന് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് കണ്ടക്ട് ചെയ്യുന്ന ഫാക്കൽറ്റി നമ്മളെ സെഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാറിനെ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുന്നേ ഞാനൊന്ന് യാസർ സാർ ഇവിടെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പോൾ യാസർ സാറിന്റെ വലിയൊരു ഓഡിയൻസ് കൂടി ഇവിടെ എന്തായാലും ഉണ്ടാവും. അപ്പൊ ഇന്ന് യാസർ സാർ കൂടി സെഷനിൽ പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാർ ഒന്ന് ഇവിടെ ആ ഓക്കെ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, കാരണം എല്ലാവരും അവരുടെ ഡെമോ സെഷനിലേക്കുള്ളത് വെയിറ്റിംഗ് ആണ്. സോ കാരണം കുറേ ആൾക്കാർ ഈ AI ഇപ്പം പറഞ്ഞ പോലെ ഈ സാധനം കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ലൈക്ക് എങ്ങനെയാണ് AI എന്നുള്ളതൊക്കെ കുറേ ആൾ റീപ്ലേസ് ചെയ്യപ്പെടും, പിന്നെ കുറേ ജോബുകൾ സ്പീഡാകുന്നൊക്കെ നമ്മൾ കുറേ കേൾക്കുന്നത്. പക്ഷെ ഇതെങ്ങനെയാണ് ഒരു കൊമേഴ്സ് ഫീൽഡിലേക്ക് വർക്കൗട്ട് ആകുന്നുള്ള സാധനം പലർക്കും എന്താണ് ഭയങ്കര ഡൗട്ടാണ്. സോ അതിനൊരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ് എക്സാക്ട്ലി നമ്മൾ ഈ ഒരു ഡെമോ സെഷൻ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾക്ക് അതിനു വേണ്ടി അതിൻ്റെ ഏറ്റവും എക്സ്പേർട്ട് ആയിട്ടുള്ള പിന്നെ മുസ്തഫ സാർ ഇവിടെ ഉണ്ട്. മൂപ്പറ് CMA ക്വാളിഫൈഡ് ആണ്, CSCA ക്വാളിഫൈഡ് ആണ്, FMA ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളാണ്. മൂപ്പറ് അത്രയ്ക്ക് എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളാണ് ഈ ഒരു ഫീൽഡ് എന്ത് ചെയ്യുന്നത്, കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ നമ്മൾ പിന്നെ സ്കിൽമേഴ്സിൽ ഇപ്പോൾ കറൻ്റ്ലി കൊടുക്കുന്ന മൊഡ്യൂൾസിലൊക്കെ AI എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം കൊടുക്കുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ 10 months പ്രോഗ്രാം ഉണ്ട്, 6 months പ്രോഗ്രാം ഉണ്ട്, അതുപോലെ തന്നെ 3 months പ്രോഗ്രാംസ് ആണ് നമ്മൾ ഓഫ്ലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ കറൻ്റ്ലി AI 3 months പ്രോഗ്രാം ഒഴികെ ബാക്കിയൊക്കെ പ്രോഗ്രാംസിലേക്ക് നമ്മൾ AI ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് പ്രാക്ടിക്കലി ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇപ്പം മൊഡ്യൂൾസ് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള പിന്നെ പ്രാക്ടിക്കലും അതുപോലെ തന്നെ AI ടൂൾസും മറ്റുള്ള സ്കിൽസൊക്കെ ഇൻകോപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് മൊഡ്യൂളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം പിന്നെ ഓൺലൈനിലും ഒരു 5 months പ്രോഗ്രാം AI ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു 5 months പ്രോഗ്രാമൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ CA CMA ഒക്കെ കുറേ കുട്ടികൾ ഉള്ളത് കൊണ്ട് തന്നെ അവർ ഓൾറെഡി പിന്നെ പല പ്രോഗ്രാംസും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഓൾറെഡി പറയുന്ന ബേസിക് അക്കൗണ്ട്സും ടാലിയൊക്കെ ഓൾറെഡി അവർ ആർട്ടിക്കൽഷിപ്പിലും ഇന്റേൺഷിപ്പിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അതുപോലെ വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടുള്ള AI മാത്രം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു മൊഡ്യൂൾസ് നമ്മൾ എന്തായിട്ടുണ്ട്, ഓൺലൈനായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ രീതിയിലുള്ള മൊഡ്യൂൾസും ഇപ്പോൾ നമ്മൾ സ്കിൽമേഴ്സ് നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്, സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ എങ്ങനെയാണ് ഇനി AI നിങ്ങൾക്ക് ഓഡിറ്റിങ്ങിലും അക്കൗണ്ട്സിലും എക്സലിലൊക്കെ എങ്ങനെ യൂസ് ചെയ്യാനുള്ള സാധനം നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്തുതരും, ഡെമോ സെഷനിലൂടെ മുസ്തഫ സാർ പിന്നെ കാണിച്ചു തരുന്നതായിരിക്കും. സോ അതിനു വേണ്ടി മുസ്തഫ സാർ. യെസ്, മുസ്തഫ സാറ് വരുന്നതിന് മുന്നേ ഒരു കാര്യം കൂടി ഞാൻ മുസ്തഫ സാറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്, സാറ് വിക്സസ് AI ലേണിംഗ് ആപ്പിന്റെ ഫൗണ്ടറാണ്. അതുപോലെ തന്നെ CMA USന്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവൈഡർ ആയിട്ടുള്ള ഹോക്ക് ഇന്റർനാഷണൽ AI ട്യൂട്ടർ ആണ്. അതുപോലെ തന്നെ നമുക്ക് പറയാം മൂപ്പര് IMA കൊച്ചി, IMA എന്ന് വെച്ച് കഴിഞ്ഞാൽ USന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് IMA കൊച്ചിയുടെ ചാപ്റ്റർ വൈസ് പ്രസിഡന്റും സെക്രട്ടറി ഒക്കെ ആയിരുന്നു. അതുപോലെ തന്നെ ഒരു AI ഇൻസ്ട്രക്ടർ ആണ്, ഡാറ്റാ സയന്റിസ്റ്റ് ആണ്. അപ്പൊ ഇത്രയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളെയാണ് നമ്മൾ ഈ സെഷൻ കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും സാറിന്റെ സെഷൻ എല്ലാവർക്കും ബെനിഫിഷ്യൽ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. മാത്രമല്ല നമ്മൾ കുറെ ഉണ്ടാവില്ല. പിന്നെ അതുപോലെ കുറച്ച് ക്വറീസ് വന്നിട്ടുണ്ട്, റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും എന്നുള്ളത്. യെസ്, അത് അവൈലബിൾ ആയിരിക്കും. എന്നാൽ പോലും നിങ്ങളുടെ ലൈവായിട്ട് തന്നെ കാര്യങ്ങൾ കേട്ട് നിങ്ങൾ ഈ ഒരു ടൈം അതിനുള്ളിൽ തന്നെ ഫിനിഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. റെക്കോർഡഡ് സെഷൻസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് വരെ ഈ സെഷനിൽ ഉണ്ടാവുക. കൂടുതൽ ഉണ്ടാവില്ല, നമ്മൾ ഡ്യൂറേഷൻ ഉണ്ടാവില്ല. ഉറപ്പായിട്ടും റെക്കോർഡഡ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും മുസ്തഫ സാറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. സർ, വെൽക്കം ടു ദ സെഷൻ ആൻഡ് പ്ലീസ് ടേക്ക് അപ്പ് ദ സെഷൻ. ഹായ്, ഹലോ. സാർ കേൾക്കുന്നുണ്ട്? യെസ്. ഓക്കെ, സൗണ്ട് ഓക്കെ അല്ലേ? ഓക്കെ ആണ് സാർ. ഓക്കെ, എൻ്റെ വീഡിയോ ക്ലിയർ ആണോ? വീഡിയോ ഓക്കെ അല്ലേ? ഓക്കെ, താങ്ക് യു ഫോർ ദ വെൽക്കമിങ് അബൂബക്കർ സാർ ആൻഡ് യാസിർ സാർ. അബൂബക്കർ സാർ പറഞ്ഞ പോലെ AI യുടെ കുറേ ഇമ്പാക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട്.
അപ്പോൾ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ ഒരു ഡെമോയിലോട്ട് പോകുന്നുണ്ടായിരിക്കാം. അതിനു മുന്നേ അബൂബക്കർ സാർ പറഞ്ഞ പോലെ ഞാൻ ജസ്റ്റ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ പറയാം. ഒരു ഡാറ്റ സയൻറ്റിസ്റ്റ് ആണ്. ഓൾസോ ഐ എം എ CMA ആൻഡ് CSA ഫാക്കൾട്ടി. സോ കറൻ്റ്ലി ഞാൻ ഹോക്ക് ഇൻ്റർനാഷണൽ AI ട്യൂട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓൾസോ നിങ്ങൾ സ്കിൽമേഴ്സിൽ AI ട്യൂട്ടറായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. സോ അക്കൗണ്ടിങ് AI എങ്ങനെയാണ് അപ്ലൈ ചെയ്യുക? നിങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും ജനറലായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് AI എന്നുള്ളത്. പക്ഷേ ഇപ്പോഴും പല കാൻഡിഡേറ്റ്സും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPTയും ജെമിനയും മാത്രമാണ് ഒരു AI ടൂൾ എന്നുള്ളതാണ്. അതിനപ്പുറത്ത് കുറേ കാര്യങ്ങൾ AIക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങളിപ്പോൾ ജെമിന യൂസ് ചെയ്യുന്നത് ചിലപ്പോൾ ഇമാജ് ജനറേഷന് മാത്രമാണ്. പക്ഷേ ജെമിനയുടെ കാപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ബിയോണ്ടാണ്. കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ജനറേറ്റീവ് AI സിസ്റ്റം മാത്രമല്ല, നിങ്ങളിപ്പോൾ ജെമിനയും AI അല്ലാണ്ട് വേറെ ഏതൊക്കെ AI ടൂൾസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് ചാറ്റിൽ പറയാൻ വേണ്ടി പറ്റുമോ? ChatGPTയും ജെമിനയും അല്ലാണ്ട് വേറെ എന്തൊക്കെ? പെർപ്ലെക്സിറ്റി യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്, പിന്നെ ക്ലോഡ് യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്, പിന്നെ ഡീപ് സീക്ക്, ക്ലോഡ് കുറേ പേര് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഗ്രോക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ നിങ്ങൾ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നിയതാണ്? ഓക്കെ, ഗാമ യൂസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്, ഡീപ് സീക്ക് ബെസ്റ്റ് ക്ലോഡാണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ക്ലോഡാണ്. ഇപ്പോൾ ഈവൻ ChatGPT അല്ലെങ്കിൽ OpenAI എന്ന് പറഞ്ഞ കമ്പനിയുടെ വാലുവേഷൻ ആണ് പീക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും ആന്ത്രോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഈ ക്ലോഡ് AIക്ക് കൂടുതൽ ടാസ്കുകൾ പെട്ടെന്ന് ചെയ്യാനും വളരെ എഫക്റ്റീവായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും ചെയ്യാൻ വേണ്ടി പറ്റും. എക്സാമ്പിളായിട്ട് പറയുന്നത് കോഡിങ്ങിൻ്റെ ടാസ്കുകളായിക്കോട്ടെ, ഈവൻ നമ്മൾ അക്കൗണ്ടിങ്ങിൻ്റെ ടാസ്കുകളായിക്കോട്ടെ, AIക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ നമ്മൾ എക്സെല്, ക്ലോഡിൻ എക്സൽ എന്ന് പറയുന്ന ഒരു ആഡ് ഓൺ വന്നിട്ടുണ്ട്. ആരെങ്കിലും എക്സെല് ക്ലോഡ് യൂസ് ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ പവർ BIയിൽ MCP സെർവർ വഴി കണക്ട് ചെയ്തിട്ട് ആരെങ്കിലും ക്ലോഡ് കണക്ട് ചെയ്ത് യൂസ് ചെയ്തിട്ടുണ്ടോ? ജസ്റ്റ് നോട്ട് എ ഇമാജ് ജനറേഷൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഫുൾ വർക്കിംഗ് പ്രോസസ്സും AI വെച്ചിട്ട് ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രീമിയം വേണമെന്ന് പറയുന്നുണ്ട്. അതെ, ക്ലോഡ് എക്സൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലോഡിൻ്റെ സബ്സ്ക്രിപ്ഷൻ മോഡൽ വേണം. ഇല്ല, കുറേ പേര് നോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് MCP സെർവർ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രീമിയം ആവശ്യമില്ല. പവർ BIയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ക്ലോഡ് കണക്ട് ചെയ്യാം. അതിന് നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രീമിയം പ്ലാൻസ് വേണമെന്നില്ല. എനിക്ക് അറിയാം മെജോറിറ്റി ഓഫ് ആൾക്കാരും ഈ ഒരു വെബിനാറിലുള്ള മെജോറിറ്റി ഓഫ് ആൾക്കാരും പ്രീമിയം പ്ലാൻസ് എടുത്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു കാര്യം ട്രൈ ഔട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഇതിലോട്ട് വരുന്നതിന് മുന്നേ അല്ലെങ്കിൽ ഡെമോ കാര്യങ്ങളോട്ട് വരുന്നതിന് മുന്നേ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്താണെന്നുള്ളൊരു ജസ്റ്റ് ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ആദ്യം AI എന്താ എന്നുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ChatGPTയും ജെമിനി മാത്രമല്ല വരുന്നത്. AIയിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അതിന് മുന്നേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് കമ്പനീസിൻ്റെ ഡേറ്റാസ് അല്ലെങ്കിൽ ഒരു ഡേറ്റാസിനെ അനലൈസ് ചെയ്ത് അതിൽ നിന്ന് പാറ്റേണുകൾ ലേൺ ചെയ്യാൻ വേണ്ടി കഴിവുള്ള ഒരു സിസ്റ്റത്തെ, ഒരു മെഷീൻ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെ നമുക്ക് AI എന്ന് വിളിക്കാം. എന്താണ് പാറ്റേൺസ് ലേൺ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ യൂട്യൂബിൽ ഒരുപാട് ഡാറ്റാസ് ഉണ്ട്. വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡേറ്റാസ് ആണ്. ആ ഒരു ഡേറ്റ യൂട്യൂബ് എന്ത് ചെയ്യുന്നു? ഒരുപാട് വീഡിയോസ് അനലൈസ് ചെയ്ത് അതിൽ നിന്ന് കുറേ പാറ്റേൺസ് കണ്ടുപിടിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഞാനൊരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏത് വീഡിയോ ഞാൻ കണ്ടു, അല്ലെങ്കിൽ എനിക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഏതൊക്കെയാണ്, ഇങ്ങനെയുള്ള പാറ്റേണുകൾ ഒരു AI മോഡൽ ലേൺ ചെയ്തെടുത്ത് എനിക്ക് അതിൻ്റെ ബേസിൽ വീഡിയോസ് ഓട്ടോമേറ്റ് ചെയ്ത് റെക്കമെൻഡേഷൻ തരുന്നുണ്ട്. അതൊരു AI സിസ്റ്റമാണ്. അപ്പോൾ ഇതേപോലെ സെൽഫായിട്ട് തിങ്ക് ചെയ്ത് പാറ്റേണുകൾ കണ്ടുപിടിച്ചിട്ട് ഒരു ഹ്യൂമൻ ലെവൽ, മിമിക്കിങ് ഹ്യൂമൻ, നമ്മൾ മിമിക്രി ആർട്ടിസ്റ്റുകൾ എന്ന് പറയാറില്ലേ, അതേപോലെ ഹ്യൂമൻസിനെ മിമിക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറിനെയാണ് നമ്മൾ AI സിസ്റ്റംസ് എന്ന് വിളിക്കാറ്. അപ്പോൾ ഈ AIക്ക് അക്കൗണ്ടിങ്ങിൽ ഒരുപാട് ടാസ്കുകൾ ചെയ്യാൻ വേണ്ടി പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അക്കൗണ്ടിങ്ങിനെ എൻ്റയർ പ്രോസസ്സ് എന്ത് ചെയ്യാം, AI വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ ഫിനാൻഷ്യൽ അനാലിസിസ് ആയിക്കോട്ടെ, ബാങ്ക് റീകൺസിലേഷൻ ആയിക്കോട്ടെ, ഇൻവോയ്സ് പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, ഓഡിറ്റിംഗ് ആയിക്കോട്ടെ, ടാക്സ് ഫയലിംഗ് ആയിക്കോട്ടെ, എൻ്റയർ പ്രോസസ് ക്യാൻ ബി ഓട്ടോമേറ്റഡ്. അതിൽ ഇൻവോയ്സ് പ്രോസസ്സിംഗ് നമ്മൾ ഇപ്പോൾ ഒരു ഇൻവോയ്സ് മാനുവലി ഡാറ്റാസ് ഒരിക്കലും നമുക്ക് സിസ്റ്റത്തിലോട്ട് എൻട്രി ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതെല്ലാം എൻ്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ വിസിബിൾ അല്ല സാറേ. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പൊ കാണാവോ? യെസ് യെസ് യെസ്.
റെഡിയാ? ഓക്കെ 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 ഓക്കെ. അക്കൗണ്ടിങ്ങിൽ AI അപ്ലൈ ചെയ്യുമ്പോൾ ഇൻവോയ്സ് പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അനാലിസിസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ, ഫ്രോഡുകൾ ഉണ്ടോ, ഇതെല്ലാം ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് AI അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇപ്പോൾ അബൂബക്കർ സാറ് പറഞ്ഞ കാര്യമാണ് ചെഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ഉണ്ടായ ഒരു ബാങ്ക്രപ്സിൻ്റെ റീസൺ. ആ ചെഗ് എന്ന് പറയുന്ന കമ്പനി പൂട്ടിപ്പോവാനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AI ആണ്. AI കാരണം കൊണ്ട് ആദ്യമായിട്ട് ഇത്രയും വലിയൊരു ഇമ്പാക്ട് അല്ലെങ്കിൽ ഒരു കമ്പനി മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്ത് പോയ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ചെഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. ഈ ചെഗ് എന്ന് പറയുന്ന ഫുള്ളി ഡിപ്പെൻഡ് ചെയ്തത് അവിടുത്തെ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടിന്റെ കയ്യിലായിരുന്നു. പക്ഷേ ഈ സബ്ജക്ട് മാറ്റർ എക്സ്പേർട്ടിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ AIക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ യൂസേഴ്സ് ആരും അത് യൂസ് ചെയ്യുന്നില്ല, എല്ലാം ChatGPT-നോടാണ് ചോദിക്കുന്നത്, ChatGPT വെച്ച് ചെയ്യിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ കമ്പനി അവിടെ എന്ത് ചെയ്തു, ബാങ്ക്രപ്റ്റ് ആയി പോയി, അല്ലെങ്കിൽ ആ ഒരു കമ്പനി അവിടെ പൂട്ടിപ്പോവേണ്ട സിറ്റുവേഷൻ വന്നു. ഇതേപോലെ തന്നെയാണ് കമ്പനീസിൽ അക്കൗണ്ടൻസിനെ ഒരു 30,000 40,000 ഒക്കെ കൊടുത്തിട്ട് നമ്മളവിടെ ഹയർ ചെയ്യേണ്ട റീസൺ കമ്പനീസിനില്ല. കാരണം 2,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് കമ്പനീസ് ഒരു സോഫ്റ്റ്വെയർ വെച്ച് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ എന്തിന് നിങ്ങൾ ഹയർ ചെയ്യണം? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. കുറേ ആൾക്കാരുടെ ജോലികളാണ് ഈ ഒരു 2026 പോയിട്ടുള്ളത്, ഇനി പോകാൻ വേണ്ടിയിട്ടുള്ളത്. ഇവൻ മെറ്റ ഈ ഒരു മെയ് അല്ലെങ്കിൽ ജൂൺ ഈ മന്തിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു വെബിനാർ കഴിഞ്ഞ ശേഷം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേ ഓഫ് 8,000 മുതൽ അല്ലെങ്കിൽ 16,000 ആ ഒരു റേഞ്ചിലുള്ള ഒരു ലേ ഓഫ് നമ്പർ ഓഫ് റോൾസ് ലേ ഓഫ് ആയിട്ട് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതുപോലെ ബ്ലോക്ക് ഇൻകോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ 4,000 എംപ്ലോയീസിനാണ് ലേ ഓഫ് ചെയ്തിട്ടുള്ളത്. അതൊരു ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ ഒരു കമ്പനിയിൽ 4,000 എംപ്ലോയീസിനെ അവിടെ ലേ ഓഫ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അക്കൗണ്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ ഈ AI എന്ന് പറയുന്നത് ഇനി ഫ്യൂച്ചർ അല്ല, എല്ലാ കമ്പനീസും അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. AI റീപ്ലേസ് ചെയ്യോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമ്മൾ മാറ്റിയിട്ട് റീഡിഫൈൻ ചെയ്തിട്ട് ഇനി ആ ഒരു ചേഞ്ചിനോട് നമ്മൾ ഇനി എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം, എന്തൊക്കെ സ്കിൽ സെറ്റുകൾ ബിൽഡ് ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. അതേപോലെ ക്ലോഡ് റീസെന്റ് റിലീസ് ചെയ്ത ഏതൊക്കെ ജോബ് മാർക്കറ്റിനെയാണ് ഇമ്പാക്ട് ചെയ്യുന്നത് അതിൻ്റെ ഡേറ്റയിൽ നോക്കാം. ഇതാണ് ഈ ഒരു ബ്ലൂ കളറിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും AI എത്രത്തോളം ജോബ്സ് റീപ്ലേസ് ചെയ്യുന്നുള്ളത്, ഇതിൻ്റെ പ്രോബബിലിറ്റിയാണ്. നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫീൽഡിലും ബിസിനസ് ആൻഡ് ഫൈനാൻസ് ഫീൽഡിലും 90% ഓൾമോസ്റ്റ് 90% നമ്മൾ ജോബ് ടാസ്കുകൾ AI വെച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് ക്ലോഡ് അല്ലെങ്കിൽ ആന്ത്രോപ്പിക്ക് പറയുന്ന കാര്യം. അതിൽ ഏറ്റവും സേഫ് ആയിട്ട് നിൽക്കുന്ന ജോബ്സ് എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ ഇൻഡസ്ട്രി, കൺസ്ട്രക്ഷൻ, ഇൻസ്റ്റാളേഷൻ, റിപ്പയർ, പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ബ്ലൂ കോളർ ജോബ്സ് ഏതൊക്കെയാണോ അതെല്ലാം അവിടെ സേഫ് ആണ്. ലൈക്ക് പ്ലംബിംഗ് പോലെയുള്ള ടാസ്കുകൾ ഇതൊക്കെ റോബോട്ടുകൾക്ക് ചെയ്യുക അല്ലെങ്കിൽ AIക്ക് ചെയ്യുക എന്ന് പറയാൻ പറ്റുന്നത് വളരെ ബുദ്ധിമുട്ടായുള്ള കാരണം ഫ്ലെക്സിബിലിറ്റി വേണം, അതേപോലെയുള്ള കുറേ കാര്യങ്ങൾ വേണം. അതുകൊണ്ട് ഈ പറയുന്ന ടാസ്കുകളൊന്നും AIക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പക്ഷേ ഡിജിറ്റലായിട്ട് ഒരു കമ്പ്യൂട്ടറിനെ മുന്നിലിരുന്ന് ചെയ്യുന്ന ടാസ്ക് അതിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ബിസിനസ് ഫൈനാൻസിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ, മാനേജ്മെന്റ് അക്കൗണ്ടിങ് ഫീൽഡിൽ അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ. ഇവിടെയൊക്കെ AIക്ക് വരാം. AIക്ക് 90% ടാസ്കുകളും ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ള 2030 ആവുന്ന സമയത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരാം. ഒരുപാട് ലേ ഓഫുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ഏറ്റവും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ജോബ് റോൾസിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമേഴ്സ്, ഈവൻ എഞ്ചിനീയേഴ്സ് അതിൽ വരുന്നുണ്ട്. അതേപോലെ ഫിനാൻഷ്യൽ ഇപ്പോൾ നമ്മൾ അക്കൗണ്ടൻസ് ആണല്ലോ, നമ്മൾ CA അല്ലെങ്കിൽ CMA ACCA ഇങ്ങനെയുള്ള ആൾക്കാരാണ്. അപ്പം നമ്മളുടെ കേസ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇവിടെ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് അനാലിസിസ് പോലെയുള്ള റോൾസ് അവിടെ AI റീപ്ലേസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളുടെ അക്കൗണ്ടിങ്ങിന്റെ റോൾസ് എന്ന് പറയുന്നത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് ഒരു നമ്പർ ക്രഞ്ചേഴ്സിന് ജസ്റ്റ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്സലും പവബിയും മാത്രം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ജോലി. പണ്ടൊക്കെ നമുക്ക് എക്സൽ എന്ന് പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്യായിരുന്നു, റെസ്യൂമിൽ കാണിക്കായിരുന്നു എക്സൽ ഉണ്ട്, എനിക്ക് എക്സൽ അറിയാം, ഞാൻ അഡ്വാൻസ് എക്സൽ പഠിച്ചതാണ്. പക്ഷേ ഇപ്പോൾ എക്സൽ അറിയണം, എക്സൽ ഒരിക്കലും അറിയരുത് എന്നല്ല, എക്സലും വേണം, നമുക്ക് പവബിയും വേണം, കൂടെ ഈ സ്കില്ല് കൂടെ വേണം. പക്ഷെ അത് മാത്രം ഉണ്ടായിട്ട് ഒരിക്കലും കാര്യമില്ല, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സർട്ടിഫിക്കേഷൻസ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ഈ നമ്പർ ക്രഞ്ചിൽ നിന്ന് നമ്മൾ ടെക് എനേബിൾഡ് ആയിട്ടുള്ള ടെക്നോളജി അറിയുന്ന, ടെക്നോളജി ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഒരു അക്കൗണ്ടൻ്റ് ആയിട്ട് മാറണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഫ്യൂച്ചറിൽ റെലവൻസ് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ജോബ്സ് കിട്ടാനുള്ള ചാൻസ് വരുന്നുള്ളൂ. സോ അക്കൗണ്ടൻസിനെ AI റീപ്ലേസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യും. പക്ഷെ ചെയ്യുന്നത് ആരാണ്? അക്കൗണ്ടൻസ് ഹു ലേൺ AI വിൽ റീപ്ലേസ് ദോസ് ഹു ഡോണ്ട്. ഇപ്പം ഞാനൊരു അക്കൗണ്ടൻ്റ് ആണ്, എനിക്ക് AI അറിയാമെന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആണ്, നിങ്ങൾ AI പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളെ റീപ്ലേസ് ചെയ്യാം.
കാരണം ഒരു കമ്പനി ഹയർ ചെയ്യുന്ന സമയത്ത് അവിടെ എഫിഷ്യൻസി കൊണ്ടുവരാൻ പോകുന്ന ആളെയാണ് ഹയർ ചെയ്യുന്നത്. അപ്പൊ എനിക്ക് AI അറിയാന്നുണ്ടെങ്കിൽ എന്നെ അവരെന്ത് ചെയ്യും, ഹയർ ചെയ്യും. അവിടുത്തെ എൻ്റെ ഒരു പ്രോസസ്സ് എനിക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇപ്പോൾ മാർക്കറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം CMA ACCA എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മാർക്കറ്റിൽ കുറേ കോഴ്സസ് എടുത്ത് ഇറങ്ങുന്നവരുണ്ട്. വളരെ കോമ്പറ്റീറ്റീവ് ആണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സ്കിൽ സെറ്റുകൾ നിങ്ങൾക്ക് വേണം. ഈ AI പഠിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ AI ഡാറ്റ അനലിറ്റിക്സും ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള കുറേ സ്കിൽ സെറ്റുകൾ നിങ്ങൾക്ക് റെസ്യൂമിൽ ആഡ് ചെയ്യും. ഈവൻ പൈത്തൺ, SQL. ഇപ്പോൾ ചാറ്റിൽ ഒരാൾ പറഞ്ഞു പവർ ബി എക്സലും പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത്. ഈ പവർ ബിയും എക്സലും വേണം. അഡീഷണലി പൈത്തൺ, SQL, നമ്മൾ ടാബ്ലൂ പോലെയുള്ള ഏജൻസ് ക്രിയേഷൻ, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, ബോട്ടുകൾ ക്രിയേറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള സ്കിൽ സെറ്റ് കൂടെ നിങ്ങൾ ആഡ് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് ഈ മാർക്കറ്റിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്ത് നിൽക്കുന്നതിന് തീർച്ചയായിട്ടും ഒരു എംപ്ലോയർ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ സ്കിൽ സെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ജോലി കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. ഓൾസോ ഇപ്പോൾ ICA ആയിക്കോട്ടെ, ഇപ്പോൾ ICA പറയുന്ന കാര്യം, അല്ലെങ്കിൽ ICA ഇപ്പോൾ AIയുടെ ഹാക്കത്തോൺസ് ഒക്കെ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതേപോലെ അവർ ഓപ്പൺ AI ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് CAGPT എന്ന രീതിയിൽ അവരൊരു AI ടൂള് ICA ഇറക്കിയിട്ടുണ്ട്. അതേപോലെ IMA ആണെങ്കിലും ACC ആണെങ്കിലും പറയുന്നത് ഡേറ്റ അനലിറ്റിക്സും അതേപോലെ AI ആണ് ഫ്യൂച്ചർ എന്നും അക്കൗണ്ടൻസിൻ്റെ റോള് ട്രാൻസ്ഫോം ചെയ്യുകയാണെന്നും അവർ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള റോൾസ് പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സ്കിൽ സെറ്റുകൾ അപ്ഗ്രേഡ് ചെയ്തിരിക്കണം, അപ്സ്കില്ല് ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അപ്സ്കില്ല് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്യൂച്ചറിൽ ജോബ് റെലവൻസ് അല്ലെങ്കിൽ ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കുറവാണെന്നുള്ളതാണ്. സോ ഐ ഹോപ്പ് നിങ്ങൾക്ക് AI ഒരു ഇമ്പാക്റ്റ് എന്താണ് മാർക്കറ്റിൽ എന്നുള്ള ഒരു ഐഡിയ കിട്ടി എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ജസ്റ്റ് ഡൗട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാറ്റിൽ പറയാം. സോ ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് നമുക്ക് ഡെമോയിലോട്ട് പോവാം. ഫസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ എക്സെല് നമുക്ക് AI ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സെല് AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് ക്ലോഡ് AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമുക്കൊരു ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനായിട്ട് എങ്ങനെ ഓഡിറ്റിംഗ് ചെയ്യാം. ഓക്കെ, കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഒരു ഡെമോ സെഷനിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വെബിനാറിൽ കാണുമ്പോൾ ടൈം ഒരുപാട് കൺസ്യൂം ആണ്. ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഓഡിറ്റിംഗ് ചെയ്യാം. സാറ് സൗണ്ട് ചെറിയ ബ്രേക്ക് ഉണ്ട്. ഹലോ മുസ്തഫ സാർ. ഹലോ, സൗണ്ട് ചെറിയ ബ്രേക്ക് ഉണ്ട്. ചാറ്റ് ബോക്സ് ബ്രേക്ക് ഉള്ളതല്ലേ, എന്താ അവസ്ഥ? മുസ്തഫ സാറിന്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു വിളിച്ചുള്ള പോലെ ഉണ്ട്. ഹലോ മുസ്തഫ സാർ. ഹലോ, ഓക്കെ ഓക്കെ സാറെ കൂടി കേൾക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇപ്പോഴല്ലേ, ഇപ്പൊ ജസ്റ്റ് ഇപ്പൊ ബ്രേക്ക് ആയിട്ടല്ലേ ഉള്ളൂ, മുന്നേ പറഞ്ഞ ഇപ്പൊ കാര്യങ്ങൾ. ആയിട്ടേ ഉള്ളൂ സാറേ. യെസ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ക്യാമറ ഒന്ന് ഓഫ് ചെയ്യണ്ടേ, ചിലപ്പോൾ ഇന്റർനെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കാം. അതുകൊണ്ട് ക്യാമറ ഓഫ് ചെയ്യുന്നുണ്ട്. സ്റ്റിൽ നിങ്ങൾക്ക് സ്ക്രീൻ കാണാം അല്ലേ? സ്ക്രീനിൽ കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല ഇല്ല, വിസിബിൾ സ്ക്രീൻ ആണ്. ഓക്കെ ആണ്. ഓക്കെ ഓക്കെ. സ്റ്റിൽ ഓഡിയോ നോട്ട് ക്ലിയർ എന്ന് പറയുന്നുണ്ട്. സാറൊന്ന് ജസ്റ്റ് സംസാരിച്ച് തുടങ്ങിക്കോളൂ, റെഡിയാവും. നോക്കാം. ഓക്കെ എന്താണ് ചാറ്റ് ബോക്സിൽ വരും. ഓക്കെ ഓക്കെ. ഓക്കെ, എന്റെ സ്ക്രീൻ കാണാം അല്ലേ? കാണാം സാറേ. ഓക്കെ, നമ്മളിപ്പോൾ AI കാര്യം പറഞ്ഞ സമയത്ത് AI എക്സൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഈവൻ നിങ്ങൾക്ക് എക്സലിൻ്റെ ബേസിക്സ് മാത്രമേ അറിയുള്ളൂ, എക്സലിന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയില്ല എന്നുണ്ടെങ്കിലും AI ഇതിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് കാര്യങ്ങൾ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഈവൻ നമ്മൾ ChatGPT പറഞ്ഞ പോലെ ജസ്റ്റ് ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുന്ന കാര്യമല്ല, ഇന്ന കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു ഫിനാൻഷ്യൽ മോഡൽ ക്രിയേറ്റ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫിനാൻഷ്യൽ മോഡൽ അവിടെ AI ക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ഡേറ്റാസ് ഇമ്പോർട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾക്ക് താഴെ വർക്ക് ഷീറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സും ജനറൽ ലെഡ്ജറും ട്രയൽ ബാലൻസും ജേർണൽ എൻട്രീസും അതേപോലെ അക്കൗണ്ട് റിസീവബിളിൻ്റെ ഡേറ്റാസും എല്ലാ ഡേറ്റാസും ഞാൻ അവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഡേറ്റാസിൽ
എനിക്ക് എ ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഒരു ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഫുള്ളായിട്ട് എനിക്ക് ഓഡിറ്റിംഗ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന ടൂൾ പറഞ്ഞാൽ ക്ലോഡിൻ്റെ ടൂളാണ്. ക്ലോഡിൻ എക്സൽ എന്ന് പറയുന്ന ആ, ഒരു ആഡ് ഓൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും എക്സൽ ഇത് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ നിങ്ങൾക്ക് അതെങ്ങനെയാണ് കറക്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും അത് നിങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ എൻ്റെ ഓഡിറ്റിംഗ് ഓട്ടോമേറ്റ് ചെയ്യാം എന്നുള്ളത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്ലോഡ് ഇവിടെ ആയിട്ട് കണക്ട് ചെയ്യാണ്. സോ ക്ലോഡ് കണക്ട് ചെയ്ത ശേഷം എങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ് ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, ഇപ്പോൾ ക്ലോഡ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ ഈ ക്ലോഡിനോട് പറയാണ്, ഇത്രയും അവൈലബിൾ ആയിട്ടുള്ള കമ്പനീസിൻ്റെ അക്കൗണ്ടിങ് ഡാറ്റാസിൽ നിന്ന് ഒരു ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തിട്ട് ഒരു കീ ഓഡിറ്റിംഗ് പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത്. ഇപ്പോൾ ഓഡിറ്റിംഗ് ചെയ്യാന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു വലിയൊരു ടാസ്ക്കാണ്, കുറേ ടൈമൊക്കെ എടുത്ത് ചെയ്യേണ്ട ടാസ്ക്കാണ്. പക്ഷെ ഞാൻ ഈ രീതിയിൽ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നതൂടെ വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ ഇത്രയും ഡാറ്റാസ് ഓഡിറ്റ് ചെയ്ത് അല്ലെങ്കിൽ അനലൈസ് ചെയ്ത് എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളുണ്ടോ, ക്രോസ് മാച്ച് ചെയ്തിട്ട് ജേർണൽ എൻട്രീസിലോ ലെഡ്ജർ അക്കൗണ്ടിലോ ട്രയൽ ബാലൻസിലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നെല്ലാം അത് ഓട്ടോമാറ്റിക്കലി അത് ഐഡന്റിഫൈ ചെയ്തോളും. ഇപ്പോൾ ഇവിടെ നോക്കുക, ഞാൻ ആ ജസ്റ്റ് മെസ്സേജ് കൂടിയ സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താണ് ചെയ്യേണ്ടത് ആ സ്റ്റെപ്സ് അത് തന്നെ തിങ്ക് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ആദ്യം ഫിനാൻസ് സ്റ്റേറ്റ്മെന്റ് വായിക്കണം, പിന്നെ ഫോമുലാസ് ക്രിയേറ്റ് ചെയ്യണം, എല്ലാ ഷീറ്റിലും ഫോമുലാസ് ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ എല്ലാ ഫയൽസ് എല്ലാ വർക്ക് ഷീറ്റിനും ഇൻ്റഗ്രേറ്റ് ചെക്ക് ചെയ്ത് നോക്കണം. അതിനുശേഷമായിരിക്കണം ഓഡിറ്റ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യേണ്ടത്, ഓഡിറ്റ് ഫൈൻഡിങ്സ് എന്താണെന്ന് ജനറേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ട ഓട്ടോമാറ്റിക്കലി അവിടെ ഒരു പുതിയ വർക്ക് ഷീറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്ന രീതിയിലൊരു വർക്ക് ഷീറ്റ് അവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വർക്ക് ഷീറ്റിൽ ഇപ്പോൾ ബ്ലാങ്ക് ആയിട്ടുള്ള ഡാറ്റയാണ്, ഞാനൊന്നും അതിലോട്ട് എൻ്റർ ചെയ്യുന്നില്ല. എല്ലാം ചെയ്യുന്നത് ആരാണ്? ക്ലോഡാണ്. ഞാനല്ല അതിൽ ഒരു ഡാറ്റാസ് എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ നോക്കുക, ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റ് റിപ്പോർട്ട് എന്തെങ്കിലും ഹെഡിങ് വരുന്നു, അതിൽ ഓവറോൾ അസസ്മെൻറ്റ് എന്തൊക്കെയെന്ന് പറയുന്നു, അവിടെ എന്തൊക്കെ ക്രിട്ടിക്കൽ ഇഷ്യൂസ് എന്തൊക്കെയെന്നത് ഓട്ടോമാറ്റിക്കലി ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അതേപോലെ അതിനെ ഓരോ ഡാറ്റയും സ്പെസിഫിക്കലി കാറ്റഗറൈസ് ചെയ്തിട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ളതും അതേപോലെ ക്രിട്ടിക്കൽ അല്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഫോക്കസ് ചെയ്യേണ്ട ഏരിയ ഏതാണ്, ഇതെല്ലാം രീതിയിലൊരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് അവിടെ ജനറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പം നോക്കുക, നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഏരിയാസ് വരുന്നുണ്ട്. ഏതൊക്കെ ഏരിയാസിലാണ് ഹൈ റിസ്കുകൾ വരുന്നത്, അതേപോലെ ലോ റിസ്കുകൾ ഏതൊക്കെ ഏരിയയിലാണ് വരുന്നത് എന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കലി അവിടെ കാറ്റഗറൈസ് ചെയ്ത് വരുന്നത് കാണാം. സി ഇപ്പം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ആ ഒരു ഫുൾ ഫിനാൻസ് സ്റ്റേറ്റ്മെൻറ്റ് ഓഡിറ്റിംഗ് പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആവുന്നുണ്ട്. എല്ലാ ടാസ്കുകളും അവിടെ റീഡ് ചെയ്ത് അല്ലെങ്കിൽ എല്ലാ ഷീറ്റുകളും അവിടെ റീഡ് ചെയ്ത് പുതിയൊരു വർക്ക് ഷീറ്റ് അവിടെ ക്രിയേറ്റ് ആവുന്നു. അതിലോട്ട് എല്ലാ ഡാറ്റാസും മാറ്റുന്നു. ഈവൻ അതിൻ്റെ കളർ ചെയ്യുന്ന ക്രിട്ടിക്കലായിട്ട് ഇന്ന കളർ വേണം, അല്ലെങ്കിൽ വാർണിങ്ങിന് ഇന്ന കളർ വേണം, ജസ്റ്റ് ഒരു ഇൻഫോക്ക് ഇത്ര കളർ വേണം, ഇതൊന്നും ഞാൻ ജസ്റ്റ് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയോ അല്ലെങ്കിൽ ഞാനത് ക്ലിക്ക് ചെയ്തിട്ട് ഇന്ന രീതിയിലുള്ള കളറിലോട്ട് മാറ്റുകയോ ഒന്നുമല്ല ചെയ്യുന്നത്. അതെല്ലാം ചെയ്യുന്നത് AI ആണ്, ഞാനല്ല ഈ പറയുന്ന പ്രോസസ്സും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അതിൻ്റെ മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളതും ഇന്ന എൻ്റർ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഇന്ന ലെഡ്ജർ അക്കൗണ്ടിൽ ഇഷ്യൂസ് ഉണ്ട്,
ഇതിനെ പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽസും അതിൻ്റെ കീ വാർണിംഗ്സ് എന്തൊക്കെയാണെന്നുള്ളതെല്ലാം ഇവിടെ ഔട്ട്പുട്ടായി തരുന്നുണ്ട്. റീസെൻ്റ്ലി ഈ ഒരു ഓഡിറ്റിംഗ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ ടൈം എടുക്കും, കുറേ ദിവസങ്ങൾ എടുക്കും, ഒരു സി എക്കാരന് കൊടുക്കണം, ഇങ്ങനെയുള്ള ടാസ്കുകൾ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോൾ ഇവിടെ ഇങ്ങനൊരു അക്കൗണ്ടൻറ്റിനെ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡാറ്റ സ്പെസിഫിക് ഫോർമാറ്റിൽ വേണം എന്നുണ്ട്. ഇല്ല, ഡാറ്റ സ്പെസിഫിക് ഫോർമാറ്റ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുന്ന കാര്യമല്ല, അത് AI തന്നെ ക്രിയേറ്റ് ചെയ്യും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ഈവൻ ഇന്ന കളർ വേണം എന്നുള്ളതൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ട് ചെയ്യാം. AI വിൽ ഡു ദ റിമൈനിങ് ടാസ്ക്. സോ ഇത്രയും സിമ്പിളായിട്ട് നമുക്കൊരു ഓഡിറ്റിംഗ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ഇവിടെ അക്കൗണ്ടിനെ റീപ്ലേസ് ചെയ്തു. ഇതേപോലെ തന്നെയാണ് ബാങ്ക് റീകൺസിലേഷൻ ആണെങ്കിലും ബാക്കി എന്ത് പ്രോസസ്സ് ആണെന്നുണ്ടെങ്കിലും ഏത് ടാസ്ക് ആണെന്നുണ്ടെങ്കിലും എനിക്ക് AI വെച്ച് ഓഡിറ്റിംഗ് ചെയ്യാം. ഇപ്പോൾ ഷാജഹാൻ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഈ ഒരു റിപ്പോർട്ട് എത്രത്തോളം നമുക്ക് ആക്യുറേറ്റ് ആണ്, വിശ്വസിക്കാൻ പറ്റുന്നുള്ളത്. ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് റിലയബിൾ ആണോ അല്ലേ? നിങ്ങൾ ChatGPT പഴയ മോഡൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾഡ് വേർഷനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് എറേഴ്സ് വരും, ഇപ്പോൾ തെറ്റുകൾ വരാം, അല്ലെങ്കിൽ ആക്യുറസി കുറവായിരുന്നു. പക്ഷേ ഓവർ ടൈം കൂടുതൽ ഇപ്പോൾ ഇത്തിരി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അപ്പം ഇങ്ങനെ ടൈം കൂടുന്നതിനനുസരിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇവാലുവേറ്റ് ചെയ്ത് ഇതിൻ്റെ ആക്യുറസി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഉറപ്പ് തരാൻ വേണ്ടി പറ്റും 95% ഈ റിപ്പോർട്ട് കറക്റ്റ് ആണ് എന്നുള്ള കാര്യം. ഇനി ഈ ഒരു റിപ്പോർട്ട് നിങ്ങൾക്ക് വേറൊരു CA കൊണ്ടോ അല്ലെങ്കിൽ വേറെ ആളെ കൊണ്ടോ എനിക്ക് എന്ത് ചെയ്യാം, റിവ്യൂ ചെയ്യാം. എന്നാലും ഒരു കമ്പനിയിൽ 100 അക്കൗണ്ടൻസ് വേണ്ട സ്ഥലത്ത് നിങ്ങൾക്കൊരു 10 അക്കൗണ്ടൻസ് മതിയാവും. അതൊരു 90% അക്കൗണ്ടൻസിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി പറ്റും. മുന്നേ 100 ആൾക്കാരുണ്ടായിരുന്ന കമ്പനിയിൽ ഇനി 90 ആൾക്കാർ മതിയാവും. ആ 90 ആൾക്കാർ റീപ്ലേസ് ചെയ്യാം, ഒരു 10 ആൾക്കാർ മതിയാവും. ആ 10 ആൾക്കാരിലോട്ട് എത്തുക എന്നുള്ള രീതിയിലോട്ടായിരിക്കണം നമ്മൾ ഇനി അപ്സ്കില്ലിങ് ചെയ്യേണ്ട കാര്യം. ഡാറ്റ ബ്രീച്ച് വരുമോ എന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഡാറ്റ ബ്രീച്ച് എന്നുള്ള നമുക്ക് API യൂസ് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡാറ്റ ബ്രീച്ച് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. ഈവൻ നമുക്കിപ്പോൾ ലോക്കൽ LLMs അവൈലബിൾ ആണ്. അപ്പോൾ LLMs നമുക്ക് നമ്മൾ ലോക്കൽ കമ്പ്യൂട്ടറിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ പ്രൈവസിയുടെ ഇഷ്യൂ പോലും ഇപ്പോൾ ഈ ഒരു കറണ്ട് എറയിൽ വരുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു AI മോഡൽ നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യാം, ഫ്രീ ഓഫ് കോസ്റ്റ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. അതറിയാവോ? LLM മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഷാജൻ ചോദിച്ചു, നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് LLM ലാംഗ്വേജിന് ആക്യുറസി പോലെ ഇല്ല ഇപ്പോൾ റിപ്പോർട്ടിൽ ആക്യുറസി. അത് നമ്മൾ കൊടുക്കുന്ന പ്രോംപ്റ്റ് അനുസരിച്ചിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ മോഡലൊക്കെ വളരെ രീതിയിൽ ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഈവൻ നമ്മൾ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഉണ്ടെന്നുണ്ടെങ്കിലും അതൊക്കെ അത് സ്വന്തമായിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇപ്പോഴത്തെ AI മോഡൽസിന് ഉണ്ട് എന്നുള്ളതാണ്. ലോക്കലെല്ലാം നല്ല GPU NPU ഒക്കെ വേണ്ടേ. ഷുഡ് ബി ഇൻവെസ്റ്റ് ഇൻ ഗുഡ് ലാപ്പ് ഓർ PC. തീർച്ചയായിട്ടും നിങ്ങൾ നല്ലൊരു ലാപ്പിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം. ഇപ്പോൾ കുറേ പേര് 50,000 60,000 1 ലക്ഷം രൂപ കൊടുത്തിട്ട് ഐഫോണും മൊബൈൽ ഫോണൊക്കെ എല്ലാവരും മേടിക്കും. പക്ഷേ ഒരു 50,000 ലാപ്ടോപ്പ് മേടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാരും 50,000 ലാപ്ടോപ്പൊക്കെ മേടിക്കണോ എന്നുള്ള രീതിയിലാണ് പലരും ആൾക്കാരും പറയാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ AI അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് AI ഒക്കെ പഠിക്കണം, അല്ലെങ്കിൽ ഇതേപോലെ ലോക്കലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നല്ല ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ഫ്യൂച്ചറിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതേപോലെ തന്നെ ഇത് എക്സലിൽ മാത്രമല്ല നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. ഇതേപോലെ തന്നെയാണ് പവർ ബിയിലും നിങ്ങൾക്ക് ഡാഷ്ബോർഡ് ക്രിയേറ്റ് ചെയ്യാം. എക്സലിൽ നിങ്ങൾക്ക് ഇത് ഡാറ്റ വിഷ്വലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ പവർ ബിയിലും നിങ്ങൾക്ക് വിഷ്വലൈസേഷന് വേണ്ടിയിട്ട്, ഫോർമുല ക്രിയേഷന് വേണ്ടി, ഡാക് സ്ക്വയർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഈ ക്ലോഡ് AI അല്ലെങ്കിൽ AI സിസ്റ്റംസ് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് കാണിച്ചത് ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന സിസ്റ്റമാണ്. നമുക്കൊരു ഓട്ടോണമസ് ആയിട്ടുള്ള ഒരു AI ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യാം. സോ നെക്സ്റ്റ് ഡെമോ നമ്മൾ ക്വിക്ക് ബുക്കിൽ എങ്ങനെയാണ് ഒരു ഫുള്ളി AI ഏജന്റിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മുസ്തഫ സാറേ, യെസ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. പറഞ്ഞു. അത് ഞാൻ ഒരു CA ഫാക്കൽറ്റി ആണ്. ഒരു 7 വർഷമായിട്ട് CA CMA ഒക്കെ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. ഓക്കെ. അപ്പൊ നമ്മളിപ്പോ ഈ സൂമില് നമ്മൾ ഈ മീറ്റിംഗ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സൂം പോലും നമ്മുടെ ഓരോ വേർഡ്സും ക്യാപ്ചർ ചെയ്തിട്ട് അതെ, ചിലപ്പോ കുട്ടികൾക്കൊക്കെ ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന കുട്ടികൾക്കൊക്കെ കാണാൻ പറ്റും, അല്ലെങ്കിൽ അറ്റൻഡീസിന് കാണാൻ ട്രാൻസ്ക്രൈബ് പറ്റും. ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? അവരിങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഒരു മീറ്റിംഗ് കഴിഞ്ഞാല് നമ്മൾ ഈ മീറ്റിംഗിൽ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളത് ഒരു റിപ്പോർട്ട് അടക്കം സൂം AI നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതെ. Okay, അതൊരു വിഷയമാണ്. മാത്രമല്ല, ഈ ഒരു മീറ്റിംഗിൽ നമ്മൾ എന്തൊക്കെ ടോപ്പിക്കിനെ പറ്റി സംസാരിച്ചു എന്നുള്ള ഒരു റിപ്പോർട്ട് എന്ത് ചെയ്യും, സൂം ഈ മീറ്റിംഗ് അതിനോട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തരും. അതെ. ഓക്കെ, അപ്പൊ ഇതൊക്കെ എല്ലാത്തിലും നമ്മൾ ഈ ഒരു ഇമ്പാക്ട് കാണണം എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മളൊരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിൽ പണ്ട് നമ്മളൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് ഏതെങ്കിലും സ്റ്റുഡൻസിന് കൊടുക്കും,
അല്ലെങ്കിൽ നമ്മൾ തന്നെ സെൽഫായിട്ടൊക്കെ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ, ക്ലോഡിലേക്ക് കൊടുത്താൽ അവർ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു സംഭവം തരും. പക്ഷെ ഓഫ് കോഴ്സ് സാർ നേരത്തെ പറഞ്ഞ പോലെ 95% അക്യൂറേറ്റ് ആയിരിക്കും, 5% മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ അതെ, അതിന് മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷെ എന്റെ അഭിപ്രായത്തിൽ ഇത് ഓവർ ടൈം ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരിക്കലും യെസ്, താഴത്തോട്ട് വരുന്നില്ല. ഒരു മോഡലും ഒരിക്കലും താഴത്തോട്ടല്ല വരുന്നത്. അത് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരികയാണ്. അപ്പൊ അതിനനുസരിച്ച് അതിന്റെ ആക്യുറസി ലെവൽ കൂടുന്നുണ്ട്. പ്രൊഡക്ഷൻ ലെവൽ അത് തന്നെ. അപ്പൊ നമ്മൾ നേരത്തെ ബിഗ് ഫോർ 100%-ന് കമ്പനീസ് വരെ ഇപ്പോൾ AI ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അതെ, ഇപ്പൊ അപ്പൊ ലേറ്റസ്റ്റ് നേരത്തെ ആയിട്ട് 100%-ന് നമ്മൾ അതെ അതെ ഇടേണ്ട എഫേർട്ട് ഉണ്ടാവും ഒരു 10 മണിക്കൂർ. പക്ഷെ ഈ അതെ 95% AI ചെയ്തത് കൊണ്ട് ബാക്കി 5% നമ്മൾ ഇപ്പൊ എന്ത് ചെയ്താൽ മതി, ഇൻവെസ്റ്റ് ചെയ്ത് കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് അത് കറക്റ്റ് ചെയ്താൽ നമുക്ക് 100% അക്യൂറേറ്റ് ആക്കാൻ പറ്റും. അപ്പൊ ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് കൂടി ഇതിന്റെ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിലും ഫ്യൂച്ചറിൽ അതുകൂടി AI എന്തായാലും 100% ആക്കും എന്നുള്ളത് റീപ്ലേസ് ചെയ്യും. ഷുവറാണ്. യെസ്. അതെ, ഇപ്പൊ ഞാനൊരു ഹ്യൂമന്റെ ഇൻവോൾവ്മെന്റ് ഇല്ലാണ്ട് വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ ഞാൻ ഫ്രം ദ സ്ക്രാച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ബിഫോർ ദാറ്റ് ഞാൻ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ലൈക്ക് സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ വിസിബിൾ അല്ലേ? ആണോ? ഓക്കെ 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 N8N എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പം നമ്മൾ ജസ്റ്റ് പറഞ്ഞത് മുന്നേ ക്ലോഡിനെ പറ്റിയിട്ടായിരുന്നു. N8N എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. ഈ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ യൂസ് ചെയ്യുന്നത് N8N പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? N8N, Zape അല്ലെങ്കിൽ make.com ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം ആണ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കുറച്ച് പേര് കേട്ടിട്ടുണ്ട് പറയുന്നുണ്ട്, കുറച്ച് പേര് കേട്ടിട്ടില്ല. ഓക്കെ, N8N എന്ന് പറയുന്ന ഒരു ഓട്ടോമേഷൻ പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് ഓട്ടോണമസ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു ഈവൻ ഒരു അക്കൗണ്ടിന്റെ ഹെൽപ്പ് പോലും ഇല്ലാണ്ട് നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഏജന്റ് ആണ്. ഓക്കെ, അജു പറയുന്നത് ഏജന്റ് ആണെന്ന് പറയുന്നത്. അത് ഏജൻസിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് N8N എന്ന് പറയുന്നത്. അപ്പോൾ ഈ N8N ക്വിക്ക് ബുക്കിൽ ഒരു അക്കൗണ്ടിനെ ഹയർ ചെയ്യുന്നതിന് പകരം ഞാനൊരു അക്കൗണ്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഏജന്റിനെ അവിടെ അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടി പോവാം, അല്ലെങ്കിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അത് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ഔട്ട് ചെയ്യാം. N8N ഫ്രീ ട്രയലായിട്ട് വരുന്നതാണ്. സോ ഞാനതൊരു അക്കൗണ്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു അക്കൗണ്ടിൽ ഞാൻ ക്വിക്ക് ബുക്കിൻ്റെ ഒരു വർക്ക് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ഫ്ലോ ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് ഈ ഒരു വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ടെലഗ്രാം ട്രിഗർ വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഫ്ലോ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ട്രിഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണ് AI വർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ AI സ്റ്റാർട്ട് ചെയ്യേണ്ടത് എപ്പോഴാണ്. എനിക്ക് വേണമെങ്കിൽ ഒരു ടൈം ട്രിഗർ വെക്കാം. എല്ലാ ദിവസവും നമ്മളിപ്പോൾ ഒരു അക്കൗണ്ടന്റ് എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും ഓഫീസിൽ 9 മണിക്ക് വന്നിട്ട് 9 to 5 ജോബ് ചെയ്ത് ഒരു 5 o'clock ആവുന്ന സമയത്ത് പ്രോസസ്സ് എൻഡ് ചെയ്ത് പോകും. അതേപോലെ തന്നെ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എപ്പോഴാണ് എൻഡ് ചെയ്യേണ്ടത്, അത് നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. സോ ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കുന്നത് ടെലഗ്രാമിൽ ഒരു മെസ്സേജ് വരുന്ന സമയത്ത് ആ മെസ്സേജിനനുസരിച്ചിട്ടായിരിക്കണം എൻ്റെ അക്കൗണ്ടന്റ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ആൾസോ എൻ്റെ അക്കൗണ്ടന്റ് വർക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് ക്വിക്ക് ബുക്കാണ് എൻ്റെ അക്കൗണ്ടിൻ്റെ യൂസ് അല്ലെങ്കിൽ എൻ്റെ കമ്പനി യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതായിട്ട് ഞാൻ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എൻ്റെ ഏജന്റ് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ബ്രെയിൻ വേണം. ഈ LLM എന്ന് പറയുന്നത് ഒരു ബ്രെയിനാണ്, കൈൻഡ് ഓഫ് ബ്രെയിൻ ആണ്. അപ്പോൾ ആ ഒരു ബ്രെയിനായിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് ഓപ്പൺ എയുടെ ചാറ്റ് മോഡൽ ChatGPTന്റെ API യൂസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ AI ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലോഡ് യൂസ് ചെയ്യാം, ജെമിനി യൂസ് ചെയ്യാം, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നിങ്ങൾക്ക് റിലയബിൾ ആയിട്ട് തോന്നുന്ന പ്ലാറ്റ്ഫോം ഏതാണോ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്ന LLM അത് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ഈ പറയുന്ന ഏജൻസിനെ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തത് ഓപ്പൺ എയുടെ ഏജന്റ് ആണ്. ഒരു ബ്രെയിൻ ആയിട്ട് തിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു അക്കൗണ്ടന്റ് വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഓപ്പൺ എ ആണ്. ആൻഡ് ഐ ഹാവ് കണക്റ്റഡ് വിത്ത് മൾട്ടിപ്പിൾ ടൂൾസ് ആൻഡ് നോഡുകളാണ് ഇതിനെ ഓരോന്നും നമ്മൾ പറയുന്നത് നോഡ്സ് ആണ് പറയാറുള്ളത് നമ്മൾ വർക്ക് ഫ്ലോയിൽ. അപ്പോൾ ഈ വർക്ക് ഫ്ലോയിൽ ഞാൻ ക്വിക്ക് ബുക്ക് ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ക്വിക്ക് ബുക്ക് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എൻ്റെ ക്വിക്ക് ബുക്ക് കൂടെ ഇവിടെ ഓപ്പൺ ചെയ്ത് വെക്കുന്നുണ്ട്. ക്വിക്ക് ബുക്കിൽ കുറേ ഡാറ്റാസ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചതാണ്, അല്ലെങ്കിൽ ഞാൻ മുന്നേ എൻട്രി ചെയ്ത് വെച്ച ഡാറ്റാസ് ഉണ്ട്. ഫത്താവ് ചോദിക്കുന്നത് എല്ലാ ആപ്പുമായിട്ടും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അവരുടെ പെർമിഷൻ വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട്. ഇത് കണക്ട് ചെയ്യുന്നത് API അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇന്റർഫേസ് എന്ന് പറയുന്ന ടെക്നോളജി വെച്ചിട്ടാണ്. ഈ ഒരു API എന്ന് പറയുന്നത് സോഹോ ആയിക്കോട്ടെ, ടാലി ആയിക്കോട്ടെ, സാപ്പ് ആയിക്കോട്ടെ, എല്ലാ അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസും ഈ പറയുന്ന API പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഈ API ഡെവലപ്പർ അക്കൗണ്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ API നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. സോ എല്ലാ കമ്പനീസിലും ഈ പറയുന്ന API പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പഠിക്കണം എന്നുള്ളതാണ്, API വെച്ചിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത്. സോ ഞാനിവിടെ ക്വിക്ക് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇവിടെ ഞാൻ എൻ്റെ സെയിൽസ് ട്രാൻസാക്ഷൻസ് ഒന്ന് എടുത്ത് നോക്കുകയാണ്. ഓക്കെ, സെയിൽസ് ട്രാൻസാക്ഷൻസ് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തു. ഇപ്പം ഇവിടെ കുറച്ച് ഇൻവോയ്സ് ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കൂൾ കാർസ് എന്ന് പറയുന്ന കസ്റ്റമറിൽ കുറച്ച് ഇൻവോയ്സ് മുന്നേ ക്രിയേറ്റ് ചെയ്ത് വെച്ച് കാണാനുണ്ട്. ഇനി ഈ ഒരു അക്കൗണ്ടൻറ്റിനോട് പിന്നെ പറഞ്ഞത് ഇപ്പം നിങ്ങൾ കാണുന്നതാണ് അക്കൗണ്ടൻറ്റ്. ഇവിടെ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഹ്യൂമൻ ആയിട്ടുള്ള അക്കൗണ്ടൻറ്റ് ഇല്ല. നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു AI ഏജൻ്റ് ആണ് എൻ്റെ അക്കൗണ്ടൻറ്റ് എന്ന് പറഞ്ഞത്. ഈ അക്കൗണ്ടൻറ്റിന് ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ്, ഇന്ന കാര്യം ഒന്ന് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇന്ന ഇൻവോയ്സ് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന ഇൻവോയ്സ് പുതിയുള്ള ആയിട്ട് ആഡ് ചെയ്യും, അല്ലെങ്കിൽ ബാങ്ക് റീകൺസിലേഷൻ ഒന്ന് പെർഫോം ചെയ്യുമോ, അല്ലെങ്കിൽ ഇന്ന കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കാട്ട്, അല്ലെങ്കിൽ ലാസ്റ്റ് 5 ഇൻവോയ്സ് കാട്ട് എന്ന രീതിയിലൊക്കെ നമുക്ക് ഒരു അക്കൗണ്ടന്റ് ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. എന്നിട്ട് അയാൾ മാനുവലി ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് വേണം നമുക്ക് റിപ്പോർട്ട് കിട്ടാൻ. പക്ഷേ ഞാനിവിടെ ഒരു ബോട്ടായിട്ട് ഇവിടെ AI ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ലെറ്റ് മീ സ്പ്ലിറ്റ് ദ സ്ക്രീൻ. ഓക്കെ, ഓക്കെ. ഇപ്പം ഞാൻ ടെലഗ്രാമിൽ, ഇതെൻ്റെ ടെലഗ്രാമിലാണ്, ഞാൻ ജസ്റ്റ് ക്വിക്ക് ബുക്ക് എന്നുള്ള രീതിയിൽ ഒരു ബോട്ട് AI ക്രിയേറ്റ് ചെയ്ത് എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ അതിനകത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത ചാനൽ എന്ന് പറഞ്ഞാൽ ടെലഗ്രാം. യു കൻ യൂസ് വാട്സപ്പ് API ഉണ്ടെങ്കിൽ വാട്സപ്പ് API യൂസ് ചെയ്യാം, ഇമെയിൽ യൂസ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുകയാണ്. ക്യാൻ യു ക്രിയേറ്റ് എ ന്യൂ ഇൻവോയ്സ് ഫോർ ദ കസ്റ്റമർ for the sale of 10 cars at $1,000 എന്നുള്ള രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. സോ ഞാൻ ജസ്റ്റ് ഒരു റാൻഡം ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷനെ പറ്റിയിട്ട്, ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്, 10 കാർ സെല്ല് ചെയ്തിട്ടുണ്ട്, 1 lakh ഒരു $3 വരുന്ന സെയിലാണ് നടന്നേക്കുന്നത്. അപ്പോൾ ഇതിനെ പറ്റിയുള്ള ഇൻവോയ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ഞാൻ അതിന് മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ്. ഇനി ജസ്റ്റ് ഒരു മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് AI തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് റിപ്ലൈ വരും. ഇപ്പം നോക്കാം, എനിക്ക് അവിടെ റിപ്ലൈ വന്നിട്ടുണ്ട്. The invoice for the sale of 10 cars at $1,000 each has been successfully created. ഈ പറഞ്ഞ ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ പുള്ളി അതിൽ പോയിട്ട് ക്രിയേറ്റ് ചെയ്തു. ക്വിക്ക് ബുക്കിൽ പോയിട്ട് ഇന്ന ഡാറ്റാസ് എല്ലാം കൊടുത്ത്, പുതിയ ഇൻവോയ്സ് ID, കാർസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് അവിടെ പുതിയ ഒരു ഇൻവോയ്സ് അവിടെ ആഡായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇപ്പോൾ AI ചെയ്തത് കൊണ്ട് നിങ്ങൾക്കത് വിശ്വാസം ഉണ്ടാവണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിലയബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വിക്ക് ബുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ ഇതാണ് മുന്നേ ഉണ്ടായിരുന്ന ഇൻവോയ്സ് എന്ന് പറയുന്നത്. ലാസ്റ്റ് 10 ഇതായിരുന്നു ഈ ലാസ്റ്റ് ഇൻവോയ്സ് ID എന്ന് പറയുന്നത്. ഞാൻ ജസ്റ്റ് ഈ പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഈ പേജ് റിഫ്രഷ് ചെയ്ത സമയത്ത് പേജ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമുക്ക് പുതിയൊരു ഇൻവോയ്സ് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. 10 കാറുകൾ $1 lakh അല്ലെങ്കിൽ $1,000 എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ $1,000 10 കാർ എന്ന രീതിയിൽ ഒരു പുതിയൊരു ഇൻവോയ്സ് അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇത് ഞാൻ മാനുവലി ഒരിക്കലും എൻ്റർ ചെയ്തിട്ടില്ല, ഒരിക്കലും ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് വന്നിട്ടില്ല. നമ്മൾ ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയക്കണം, അല്ലെങ്കിൽ ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചു എന്ന് മാത്രം. അപ്പോഴാണ് ഈ രീതിയിലുള്ള പുതിയൊരു ഡീറ്റെയിൽസ് അവിടെ വന്നിട്ടുള്ളത്. ഇനി എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പുതിയൊരു അല്ലെങ്കിൽ ഇൻവോയ്സ് മാത്രമല്ല, എനിക്കിപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കിട്ടണം, അല്ലെങ്കിൽ ക്യാൻ യു ഷെയർ ലേറ്റസ്റ്റ് പ്രോഡക്ട്സ് ഡീറ്റെയിൽസ്. കുറച്ച് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറയുകയാണ്. നമ്മളുടെ പ്രോഡക്റ്റിലോട്ടുള്ള ആക്സസ് ഒക്കെ നമ്മൾ AI ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യേണ്ട ടാസ്കുകൾ എന്ന് പറഞ്ഞത്. ഇപ്പം നോക്കുക, ഞാൻ ലേറ്റസ്റ്റ് പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തന്നു. ഇപ്പോൾ എനിക്കൊരു അക്കൗണ്ടൻറ്റിനോട് പോയിട്ട് വിളിച്ചിട്ട് ഈ രീതിയിൽ കാര്യം ചോദിക്കേണ്ട ആവശ്യം വന്നില്ല. ഇവിടെ സിമ്പിളായിട്ട് ഞാനൊരു അക്കൗണ്ട് റീപ്ലേസ് ചെയ്തു. ഇത് മാത്രമല്ല, ഇനി ഞാൻ ചോദിക്കുകയാണ്, ക്യാൻ യു സെൻഡ് ലാസ്റ്റ് N8 ഫ്രീ അല്ല, ഫ്രീ ട്രയൽ ഉണ്ടായിരിക്കുള്ളൂ, N8 ഒരിക്കലും ഫ്രീ അല്ല. ക്യാൻ യു സെൻഡ് ലാസ്റ്റ് അൺപെയ്ഡ് ബില്ല്.
അൺപെയ്ഡ് ആയിട്ടുള്ള ബിൽസ് ഏതൊക്കെയാണെന്നുള്ളത് ഒന്ന് സെൻഡ് ചെയ്യാൻ വേണ്ടി പറയുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ അതൊന്ന് ഒരു ടൈം കൺസ്യൂം ചെയ്തിട്ട് ഈ പറയുന്ന ബില്ലുകൾ, അൺപെയ്ഡ് ആയിട്ടുള്ള ബില്ലുകൾ ഏതൊക്കെയാണെന്നുള്ളത് എനിക്ക് അയച്ചു തരുന്നുണ്ട്. ഇനി ഞാൻ ചോദിക്കുകയാണ്, സെൻഡ് മീ ഇൻവോയ്സ്. സോ വാട്ട് എവർ നിങ്ങൾ ഇൻ്റഗ്രേറ്റ്, നിങ്ങൾ എത്രത്തോളം എഫക്റ്റീവ് ആയിട്ടാണോ ഇൻ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് ആ രീതിയിലായിരിക്കും ഈ ഒരു AI റെസ്പോൺസ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഇത് ഇൻ്റഗ്രേഷൻ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെയ്യും. കമ്പനീസ് സബ്സ്ക്രിപ്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ആണ് ചെയ്യേണ്ടത്. ഇത് എപ്പോഴും കമ്പനീസ് ആയിരിക്കും സബ്സ്ക്രിപ്ഷൻ എടുക്കേണ്ടി വരിക. ഒരിക്കലും നമ്മൾ പേഴ്സണൽ എക്സ്പെൻസ് എടുത്തിട്ട് ഒരു പുതിയൊരു ടൂൾ പർച്ചേസ് ചെയ്യല്ല വേണ്ടത്. എല്ലാ കമ്പനീസും ഇതേപോലെയുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ ക്രിയേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവരത് പർച്ചേസ് ചെയ്തിട്ടായിരിക്കും ഇനി. കാരണം എല്ലാ കമ്പനീസിനും വേണ്ട എന്താണ്, എഫിഷ്യൻസിയാണ്. അപ്പോൾ ഇവർ ഇങ്ങനെയുള്ള ടൂൾസ് അതിലോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടായിരിക്കും ഇനി കമ്പനീസ് കൊണ്ടുവരുന്നുണ്ടായിരിക്കുക. മുസ്തഫ സാറേ, അതിലേക്ക് ഇപ്പൊ അതുകൊണ്ടാണ് പിന്നെ കമ്പനീസിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുമെന്ന് ചോദിച്ചതുണ്ട്. ഇപ്പൊ നമ്മള് പ്രൊഫഷണൽ കോഴ്സിൽ CMA ആയിക്കോട്ടെ ഒക്കെ എന്ത് ചെയ്യാണ്, ഫുൾ ഈ പറയുന്ന ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാംസിലേക്ക് അവരൊക്കെ പുതിയ പുതിയ ടോപ്പിക്സ് ആഡ് ചെയ്ത് വരികയാണ്. അപ്പൊ അതുപോലെ ഇപ്പം ACCയുടെ പുതിയ അപ്ഡേറ്റ് പ്രകാരം ഇപ്പം PM എന്ന പേപ്പറിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡാറ്റ അനലിറ്റിക്സ് പോലുള്ള സംഗതികൾ എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാൻ പോവുകയാണ്. CMA USAലാണെങ്കിൽ നമുക്കറിയാം സെക്ഷൻ F ടെക്നോളജി. അപ്പൊ എല്ലാത്തിലേക്കും പ്രൊഫഷണൽ കോഴ്സ് പോലെ ഇത് അവർ കൊണ്ടുവരുന്നത് റീസൺ, കാരണം ഇനിയുള്ള ഫ്യൂച്ചർ എന്നുള്ളത് കംപ്ലീറ്റ് ഇതിന്റെ മുകളിലാണ്. തീർച്ചയായും കമ്പനീസും ഈ സംഗതിയിലേക്ക് മൊത്തത്തിലേക്ക് മാറും. അതെ അതെ, നിങ്ങളിപ്പോ മാറും എന്നുള്ളതല്ല, ഇപ്പൊ ആക്ച്വലി നമ്മൾ അതിലാണ് ലിവ് ചെയ്യണേ. ഇപ്പൊ ഏജന്റുകൾ കമ്പനീസ് ഇന്റഗ്രേറ്റ് ചെയ്തോന്ന് ഇപ്പൊ ഇതൊക്കെ കമ്പനിയിൽ വന്നിട്ടുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ലിങ്ക്ഡിൻ ഓപ്പൺ ചെയ്യും മക്കളെ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഇരുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത്. നിങ്ങൾ ലിങ്ക്ഡിൻ ഒക്കെ ഒന്ന് ഓപ്പൺ ആക്കുക. ഞാൻ ഓഡിബിൾ ആണോ? അതെ, ഓഡിബിൾ ആണ്, പറഞ്ഞു. യെസ്, ഹായ് ഓൾ. എൻ്റെ പേര് മുഹമ്മദ്. ഞാൻ സ്കിൽമേഴ്സിന്റെ കോഫൗണ്ടർ ആണ്. അപ്പോ ഞാനിപ്പം വരാൻ കാരണം, നേരത്തെ കുറെ കുട്ടികളുടെ ഡൗട്ട് കണ്ടു, ഇതിന്റെ റിലയബിലിറ്റിയെ കുറിച്ച്, അല്ലെങ്കിൽ എന്താ പറയാ, ഇത് എത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ ഓഡിറ്റിങ്ങിൽ പ്രാക്ടീസ് ചെയ്ത ഒരാളാണ്, കമ്പനിയിൽ വർക്ക് ചെയ്ത ഒരാളാണ്. അപ്പൊ ഈ ഓഡിറ്റിന്റെ ഒരു നോർമൽ പ്രോസസ്സ് എന്താണെന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് ഇത് എത്രത്തോളം ഫാസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഇങ്ങനെ നമുക്ക് വാർണിംഗ്, ഇപ്പൊ നിങ്ങൾ പറയുന്നു ഇത് വീണ്ടും നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യണം. ഒരു എൻറ്റയർ തിങ് ചെക്ക് ചെയ്യുന്നതും നമുക്ക് ഇപ്പൊ സെർട്ടൻ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കിട്ടിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നത് തമ്മിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഫുൾ അക്കൗണ്ട്സ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എത്രത്തോളം ഈസി ആണെന്നുള്ളത് നിങ്ങൾക്ക് റിയലി വർക്ക് ചെയ്യുമ്പോഴായിരിക്കും മനസ്സിലാകാം. അപ്പൊ ആ ഒരു തോട്ടിൽ വേണം നിങ്ങൾ ഇത് മനസ്സിലാക്കുക. അല്ലാതെ ഇതിപ്പോ ചെയ്യുന്നത് റിലയബിൾ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ലിസ്റ്റ് കിട്ടിയ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യണം. അതിന്റെ എൻറ്റയർ പ്രോസസ്, ഇപ്പോ സാറ് പറഞ്ഞ പോലെ ഒരു 100 ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കുന്ന ഒരു പ്രോസസ്സ് ഒരു 10 ആളിലേക്ക് ചുരുങ്ങാന്ന് പറയുന്നത് കമ്പനിയെ സംബന്ധിച്ച് എത്രത്തോളം ബെനിഫിഷ്യൽ ആയിരിക്കും എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുമ്പോഴാണ് ഇതിന്റെ റെലവൻസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവാം. അതെ, കണ്ടിന്യൂ ചെയ്യട്ടെ? യെസ്. ഓക്കെ. സോ ഇപ്പോൾ ഈ പറഞ്ഞ പ്രോസസ്സ് മാത്രമല്ല, നിങ്ങൾ ഇതിൻ്റെതായ കാര്യങ്ങൾ API കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറേ പേര് പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഡാറ്റ സെക്യൂരിറ്റിയെ പറ്റി ചോദിക്കുന്നുണ്ട്. മക്കളെ, എനിക്ക് ക്ലൗഡും ഓപ്പൺ എയുടെ ChatGPT മാത്രമല്ല AI ആയിട്ടുള്ളത്. നമുക്ക് സ്വന്തമായിട്ട് AI മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഓപ്പൺ സോഴ്സ് മോഡൽസ് എന്ന് പറയും. നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഓപ്പൺ സോഴ്സ് മോഡൽ എന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് അത്യാവശ്യം സ്പെക്കുള്ള ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ നിങ്ങൾക്കൊരു AI മോഡലിനെ ഇൻസ്റ്റാൾ ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു പേര് നിങ്ങൾ അതിന് കൊടുത്തോ, നിങ്ങൾ അതിനോട് ചാറ്റ് ചെയ്തോ, ഒരാൾ നിങ്ങൾക്ക് അതിന് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ അവൈലബിൾ ആണ്. കമ്പനീസ് സ്വന്തമായിട്ട് ഇപ്പോൾ LLMs ക്രിയേറ്റ് ചെയ്യാം, സ്വന്തമായിട്ട് AI ഏജൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. അത് ക്രിയേറ്റ് ചെയ്യാനും അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ആ റോളോട്ട് നിങ്ങൾ മാറുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. N8 ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാനല്ല, N8 തീർച്ചയായിട്ടും ഓഫ്ലൈനായിട്ട് യൂസ് ചെയ്യാം. നിങ്ങളത് ലോക്കലി ഹോസ്റ്റ് ചെയ്യണം. N8 ആൾസോ ഓപ്പൺ സോഴ്സ് ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഫയൽസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷെ അത് നിങ്ങൾ കറക്റ്റായിട്ട് എങ്ങനെ ഇപ്പം ഈ കാണിച്ചു തന്ന ഈ ഏജൻറ്റ്, ഇപ്പം ഞാൻ ക്വിക്ക് ബുക്ക് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഏജൻറ്റ് ക്രിയേറ്റ് ചെയ്ത് സിമ്പിളായിട്ടല്ല. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ എനിക്ക് API കണക്ഷൻ എടുക്കണം. ഈ API കണക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണം. ആ ഡെവലപ്പർ അക്കൗണ്ട് എടുക്കണമെങ്കിൽ ക്വിക്ക് ബുക്കിൻ്റെ ഡെവലപ്പർ അക്കൗണ്ടിലോട്ട് പോകണം. അതിൽ ഞാൻ ഈ API കീ ക്രിയേറ്റ് ചെയ്യണം. API കീ ക്രിയേറ്റ് ചെയ്താൽ മാത്രമാണ് എനിക്ക് ഈ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി. എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം.
നിങ്ങൾക്ക് ഇതിന്റെ എൻ്റെ ഒരു പ്രോസസ്സ് അറിഞ്ഞാൽ മാത്രമാണ് ഈ പറഞ്ഞ ഇപ്പൊ ഇങ്ങനെ ചെയ്ത പോലെ ഒരു ബോട്ടിനെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പൊ ഇവിടെ ഡെവലപ്പർ അക്കൗണ്ട് ഒരു എഞ്ചിനീയർ ലെവലിലോട്ട് നമ്മൾ മാറണം ആക്ച്വലി ഒരു അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞത്. ഇപ്പൊ ഇവിടെ ഞാൻ ഈ രീതിയിൽ കുറേ ടാസ്കുകൾ ചെയ്തിട്ടും പ്രൊഡക്ഷൻ കീസ് എടുത്തിട്ടും ഈ കീ ഒക്കെ എടുത്തിട്ടാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാണ്, ഇത് എന്തിന് കോൺസെപ്റ്റ് അറിയണം, ഇതെങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ അറിയണം, എന്നാൽ മാത്രമാണ് എനിക്ക് ഈ പറഞ്ഞ ടാസ്കുകളെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓൾസോ നിങ്ങൾക്ക് കമ്പനിയിൽ ഫോർകാസ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടും ഡേറ്റ അനലിറ്റിക്സിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പൈത്തൺ, SQL പോലെയുള്ള ലാംഗ്വേജസ് ഒക്കെ ഉണ്ട്. അപ്പം അതും നിങ്ങൾ പഠിക്കും. ഇപ്പോൾ ഇതേപോലെയുള്ള കാര്യങ്ങൾ മാത്രമല്ല, കമ്പനീസ് ഇനി നോക്കുമ്പോൾ AI അല്ലെങ്കിൽ ML സ്കിൽ സെറ്റുകളിലൂടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ലൈക്ക് റീസെൻ്റ്ലി eBayയിൽ ഒരു ഹയറിംഗ് നടന്ന സമയത്ത് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്ത ഒരു സ്കില്ല് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പ്രിന്റ് സ്ക്രീനിൽ കാണുന്നത് eBayയിലെ ഒരു മാനേജറാണ്. eBayയിലെ മാനേജർ പോസ്റ്റ് ചെയ്തൊരു റോളാണ് eBay ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്പനീസ് ഇങ്ങനത്തെ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അതെ, ഇപ്പോൾ eBay എന്ന് പറയുമ്പോൾ ബിഗ് 4 കമ്പനീസിലൊരു കമ്പനിയാണ്. അപ്പോൾ ആ ഒരു കമ്പനിയിൽ അവർ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അക്കൗണ്ടൻസിനെ റീപ്ലേസ് ചെയ്ത് അവർ ഇങ്ങനെ കൊണ്ടുവരാന്നാണ് പറയുന്നത്. അങ്ങനെ കൊണ്ടുവന്നിട്ട് എൻഡ് ടു എൻഡ് പ്രോസസ്സ് ഓട്ടോമേഷൻ അറിയുന്ന ആൾക്കാരെയാണ് അവർ ചോദിക്കുന്നത്. അവർ ഫങ്ഷണൽ എക്സ്പീരിയൻസ് ERP പ്ലാറ്റ്ഫോമായിട്ട്, അതേപോലെ അവർ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്തൊരു സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞാൽ വർക്കിംഗ് നോളേജ് ഓഫ് AI വർക്കിംഗ് നോളേജ് ഉണ്ടായിരിക്കണം. മെഷീൻ ലേണിംഗ്, നിങ്ങൾക്ക് പൈത്തൺ യൂസ് ചെയ്തൊരു മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി അറിയാം. പർട്ടിക്കുലർലി R2R എന്ന് പറയുന്ന പ്രോസസ്സ്, എൻഡ് ടു എൻഡ് പ്രോസസ്സ് നിങ്ങൾക്ക് ഓട്ടോമേറ്റ് ചെയ്യാൻ അറിയണം. ഇവിടെ CMA, SEC അല്ലെങ്കിൽ CA പോലുള്ള ക്വാളിഫിക്കേഷൻ അവർ റിക്വയർമെന്റ് ആയിട്ട് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂടെ ഇങ്ങനെയുള്ള സ്കിൽ സെറ്റാണ് അവർ ലിസ്റ്റ് ഔട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്കിൽസിലോട്ട് ഇനി ഡെവലപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഇങ്ങനെ ജോബ് റോൾസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പോൾ അവർ ലിസ്റ്റ് ഔട്ട് ക്വാളിഫിക്കേഷൻ പറയുന്നത് CA, CMA അല്ലെങ്കിൽ MBA, ഫൈനാൻസ് അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിന് താഴെ ഈ രീതിയിലുള്ള സ്കിൽ സെറ്റുകളുണ്ട്. അതാരും നോക്കുന്ന, അല്ലെങ്കിൽ ആ ഒരു റോളിലോട്ടായിരിക്കണം നിങ്ങൾ എത്താൻ നോക്കേണ്ടത്. ട്രഡീഷണൽ റോൾസ് എല്ലാം AI റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു മെഷീൻ ലേണിങ്ങിൻ്റെ ഡെമോ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലൈക്ക് ഞാൻ ജസ്റ്റ് ഇവിടെ പൈത്തൻ്റെ കോഡ് മുന്നേ ജനറേറ്റ് ചെയ്ത് വെച്ചിട്ട് കുറച്ച് കോഡുകളുണ്ട്. ഈ കോഡ് ചിലപ്പോൾ നിങ്ങൾ റിഗ്രഷനൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. പ്രോഗ്രാമിംഗ് പഠിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം മക്കളെ. ഇപ്പോൾ പൈത്തൺ ആണെങ്കിലും SQL ആണെങ്കിലും അഡ്വാൻസ് ലെവലിലോട്ട് നമുക്ക് പോകണ്ട, പക്ഷേ അതിൻ്റെ ബേസിക് ലെവൽസ് നമ്മൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. ഇപ്പോൾ നമ്മൾ സ്കിൽമേഴ്സിൻ്റെ നമ്മളെ മൊഡ്യൂൾസ് എല്ലാം ഈ കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ട്. ഈവൻ ഒരു പ്രോഗ്രാമിങ്ങും ഇതിനെപ്പറ്റി ഒരു നോളജും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ സ്കിൽമേഴ്സിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിനെ പറ്റിയിട്ടൊന്നും പേടിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഇപ്പം നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ ജസ്റ്റ് പേടി ഉണ്ടാവും. അപ്പോൾ ജസ്റ്റ് നിങ്ങളിപ്പോൾ ഈ ഒരു പൈത്തൻ്റെ കോഡ് ഞാൻ ജസ്റ്റ് റൺ ചെയ്യാണ്. ലെറ്റ് മീ കണക്ട് വിത്ത് ദ ഗൂഗിൾ കൊളാബ്. ഓക്കെ, സോ ഈ മെഷീൻ ലേണിംഗ് മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു സെയിൽസ് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, കമ്പനിയുടെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ, എക്സ്പെൻസ് ഫ്യൂച്ചറിൽ എത്ര വരും എന്ന് പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡലാണ് മെഷീൻ ലേണിംഗ് മോഡൽ എന്ന് പറയുന്നത്. മെഷീൻ ലേണിംഗ് മോഡൽ പറഞ്ഞാൽ കമ്പനിയുടെ പാസ്റ്റ് ഡാറ്റ ലേൺ ചെയ്തെടുത്തിട്ട് അത് സ്വന്തമായിട്ട് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ നമ്മൾ ചാറ്റിൽ പറഞ്ഞ കാര്യം ഡാറ്റ പ്രൈവസി എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു OpenAI, ഒരു ChatGPTയുടെയും ഒരു ക്ലൗഡ് AIയുടെയും ഹെൽപ്പ് ഇല്ലാണ്ട് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഡാറ്റ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ലൈക്ക് ഒരു സെയിൽസ് ഡേറ്റയാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരു സെയിൽസ് ഡാറ്റ ഞാനിവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഞാൻ സിസ്റ്റത്തിലോട്ട് ഈ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതത്തിലോട്ട് ലോഡ് ചെയ്തു.
ഓൾസോ ഞാൻ എന്തൊക്കെ ഫീച്ചേഴ്സ് വെച്ചിട്ടാണ് ഞാൻ ഐസ്ക്രീംസിൻ്റെ സെയിൽസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഈ അൽഗോരിതത്തിനോട് പറയാണ്. ടെമ്പറേച്ചറും റെയിൻഫോളും വെച്ചിട്ടാണ് ഞാൻ പ്രഡിക്ഷൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ടെമ്പറേച്ചറും ഐസ്ക്രീം എന്ന് പറഞ്ഞതിനൊരു പോസിറ്റീവ് കോറിലേഷൻ ഉള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ പഠിച്ചൊരു ഫോർമുല ആയിരിക്കും y=a+bx എന്ന് പറയുന്ന ഫോർമുല. നമ്മൾ തിയറിറ്റിക്കലി എല്ലാവരും പഠിക്കുന്നുണ്ട്, പ്രാക്ടിക്കലി ആരും കവർ ചെയ്യുന്നില്ല. അപ്പോൾ അതിനെ പ്രാക്ടിക്കലോട്ട് കൺവേർട്ട് ചെയ്യാണ് y=a+bx എക്സ് എന്ന് പറയുന്ന x1 x2 എന്ന രീതിയിൽ നമ്മൾ ടെമ്പറേച്ചറും റെയിൻഫോളും അതിന് കൊടുക്കുകയാണ്. ഓൾസോ ഞാൻ അതിന് ഡാറ്റ ട്രെയിൻ ചെയ്യുന്ന സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, ട്രെയിനിങ് ഡാറ്റ എന്നും ആക്ച്വൽ ഡാറ്റ എന്നും. ഇതിന്റെ ബാക്കിൽ കുറെ തിയറി വരുന്നുണ്ട്. സാറിന്റെ ഓഡിയോ കട്ടായി പോയാ? മുസ്തഫ സാറേ, ഓഡിയോ കട്ടായി പോയോ? ഹലോ ഇപ്പൊ ഓക്കെയാണ്. ഓഡിയോ ഇപ്പൊ റെഡി. ഓക്കെ ഓക്കെ. ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ട്, AI ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ AI ആണോ ഫ്യൂച്ചർ? അതെ, AI തന്നെയാണ് ഫ്യൂച്ചർ. നിങ്ങൾ AI പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രശ്നമാവും എന്നുള്ളതാണ്. അക്കൗണ്ടിങ് പറഞ്ഞ ഡൊമൈൻ നോളജ് ആണ്, അതും വേണം. ഈ പറഞ്ഞ പോലെ AI സ്കിൽസ് കൂടെ നിങ്ങൾ ഡെവലപ്പ് ചെയ്തിരിക്കണം. ഇപ്പം ഇവിടെ വിഷ്വലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ മോഡൽ എത്രത്തോളം ഗുഡ് ആണെന്നുള്ളത് നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യാം. അതേപോലെ എന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഡാറ്റാസ് വേരിയബിൾ ചേഞ്ചിനനുസരിച്ച് നിങ്ങൾക്ക് സെയിൽസ് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നോക്കുക, ഇവിടെ ഗിവൺ ഡാറ്റാസ് വെച്ചിട്ട് ഇവിടെ ഐസ്ക്രീം സെയിൽസ് എന്ന് പറയുന്നത് 84 ഐസ്ക്രീംസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, കൂട്ടി കൊടുക്കുക. നമുക്ക് വെതർ ഫോർകാസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ എത്രയായിരിക്കും അവിടുത്തെ ടെമ്പറേച്ചർ എത്രയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ഗൂഗിൾ വെതർ ഫോർകാസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ ടെമ്പറേച്ചർ എത്രയാണെന്നുള്ളത് ജസ്റ്റ് ഒരു 90 ഡിഗ്രിയാണ്, ജസ്റ്റ് റാൻഡം ആയിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാണ്. ആ സമയത്ത് ഇവിടെ ഐസ്ക്രീമിൻ്റെ സെയിൽസ് നോക്കുക, 184 ഐസ്ക്രീംസ് എന്ന് മാറിയിട്ടുണ്ട്. ഇനി റെയിൻഫോളിൻ്റെ സെൻറ്റിമീറ്റർ ഞാൻ എന്ത് ചെയ്തു, കൂട്ടി. ഒരു റെയിൻഫോൾ 8 സെൻറ്റിമീറ്റർ ആണ് റെയിൻഫോൾ നെക്സ്റ്റ് വീക്കിൽ വരുന്നതെന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് ഐസ്ക്രീം സെയിൽസ് അവിടെ ചെയ്തിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഒരു നെഗറ്റീവ് കോറിലേഷൻ ഉണ്ട്, ഇവിടെ ഒരു പോസിറ്റീവ് കോറിലേഷൻ ഉണ്ട്, ഇവിടെ ഒരു നെഗറ്റീവ് കോറിലേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു ഓപ്പൺ എയ്ക്കും ഒരു ക്ലൗഡിനും നിങ്ങളുടെ ഡാറ്റ പ്രൈവസി കൊടുക്കാണ്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് AI മോഡൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. AI ടൂൾസ് യൂസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ സ്വന്തമായിട്ട് AI മോഡൽസ് എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തിരിക്കണം. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കുക. ഇതൊക്കെ ഇതേപോലെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, ഇതേപോലെ ചാർട്ടുകൾ എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യണം, ഡാറ്റ സ്റ്റോറിങ് ടെല്ലിംഗ് പോലെയുള്ള സ്കിൽസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഡാറ്റ സയൻറ്റിസ്റ്റ് ആണ്. ഡാറ്റ ക്യാമ്പിൽ ഡാറ്റ സയൻസ് സർട്ടിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾസോ ഞാൻ കുറേ പ്രോസസ്സ് ഓട്ടോമേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. സോ ഇത്രയും കാര്യങ്ങളാണ്. ഇനിയും കുറേ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സെഷൻ മതിയാവില്ല. ഓൾമോസ്റ്റ് നമുക്ക് കുറേ ടൈം എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഡെമോ എന്നുള്ള രീതിയിൽ കാണിക്കാനുള്ളത്. ഇപ്പോൾ ഇനി ഫർദർ സെഷൻസ് നമ്മൾ വെക്കുകയാണ്, വെബിനാർസ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങളായിട്ട് നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചോദിക്കാം. എന്തൊക്കെ സ്കിൽ സെറ്റുകൾ പഠിക്കണം, അല്ലെങ്കിൽ 2026 നമ്മൾ പഠിക്കേണ്ട കുറച്ച് സ്കിൽ സെറ്റുകളുണ്ട്, അതുകൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. പവർ ഓട്ടോമേറ്റ് N8 പോലെ തന്നെയാണോ? പവർ ഓട്ടോമേറ്റ് എന്ന് പറയുന്നത് റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ ആണ്. പവർ ഓട്ടോമേറ്റ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റിൻ്റെ ഓട്ടോമേഷൻ സോഫ്റ്റ്വെയർ ആണ്. അതൊക്കെ സ്കിൽമേഴ്സിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, ഫീ എത്രയാണെന്നുള്ളതെല്ലാം നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതിന് മുന്നേ എന്തൊക്കെ സ്കിൽ സെറ്റുകളാണ് അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കവർ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ടൂൾസ് നമ്മൾ പഠിച്ചിരിക്കണം എന്നുള്ള കാര്യം ഒന്ന് പറയാം. ഫസ്റ്റ് നിർബന്ധമായിട്ട് നിങ്ങൾക്കൊരു ഡൊമൈൻ നോളജ് വേണം. CMA അല്ലെങ്കിൽ ACCA CP അല്ലെങ്കിൽ MCOM അല്ലെങ്കിൽ ആ രീതിയിലുള്ള സ്കിൽ സെറ്റുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വേണം. അതിനു കൂടെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് എക്സലും പവർ BIയും വെച്ചിട്ടായിരിക്കണം. എക്സലും പവർ BIയും പഠിച്ചതിന് ശേഷം നിങ്ങൾ ERP സോഫ്റ്റ്വെയർസ്, ടാലി, സാപ്പ് പോലെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണം. SQL പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഡാറ്റ അനലിറ്റിക്സ്, അതേപോലെ AI ടൂൾസ്, പൈത്തൺ പോലെയുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്, റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ, AI ഏജൻറ്റ്സ്, മെഷീൻ ലേണിംഗ്, ഇതൊക്കെ പഠിച്ചാലാണ് നിങ്ങൾക്ക് ഒരു ഫ്യൂച്ചർ. ഇപ്പോൾ ഇവിടെ ആണ് പറയുന്നത് 2026 സ്കിൽസ് പറയേണ്ട സാറേ, 2027 സ്കിൽസ് മതി എന്ന് പറയുന്നുണ്ട്. ഫ്യൂച്ചറിലോട്ടുള്ള സ്കിൽസ് തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. ഇനി
ഈ ഇപ്പം ഇവിടെ പറഞ്ഞ കാര്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടാണ് ഞങ്ങൾ സ്കിൽമേഴ്സിൽ വരുന്ന കോഴ്സസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി എന്ത് ചേഞ്ചസ് വരികയാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലോട്ട് പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ചിലപ്പോൾ 2030 കഴിഞ്ഞാൽ പുതിയ കാര്യം വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് അതിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അഡാപ്റ്റ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും. കാരണം എനിക്ക് ടെക്നോളജി അറിയാം, ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒരു ചെറിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് വരാൻ പുതിയ എന്ത് ചേഞ്ച് ഒരു 10-20 കൊല്ലം കഴിഞ്ഞ് പുതിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാലും ബേസിക്സ് നിങ്ങൾ പഠിച്ചത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അതിലോട്ട് ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്നതാണ്. എവറി സ്കിൽ സെറ്റ് മെൻഷൻഡ് ഹിയർ ഈസ് അവൈലബിൾ ത്രൂ സ്കിൽമേഴ്സ്. അതെ, ഡിഫറെന്റ് പ്രോഗ്രാംസിലായിട്ട് നമ്മളിപ്പോൾ ഡ്യൂറേഷൻ അതെ, നമ്മളത് അനുസരിച്ച് സാറേ ജസ്റ്റ് ഒന്ന് ഇന്റർഫിയർ ചെയ്തോട്ടെ. നമ്മൾ പറഞ്ഞു. ഫർദർ കോഴ്സ് റിലേറ്റഡ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്തായാലും വാട്സപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ എന്റെ ഒരു ജസ്റ്റ് ഒരു ഇതിലേക്ക് ഒന്ന് ആഡ് ഓൺ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക് ആയിട്ട് ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ നമ്മളുടെ വോയിസ് പോലും നമ്മുടെ മൊബൈൽ ഡിവൈസസ് ക്യാപ്ചർ ചെയ്തിട്ട്, ഇപ്പൊ ഞാനിപ്പോ എന്റെ ഫ്രണ്ടിനോട് ജിം റിലേറ്റഡ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഷൂ വാങ്ങണം എന്നുള്ള കാര്യം പറയുകയാണെങ്കിൽ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസ് കയറിയാൽ ഓട്ടോമാറ്റിക്കലി എനിക്ക് എന്ത് കിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ആൽഗരിതമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ അത്രയും നമ്മുടെ റിയൽ ലൈഫിലേക്ക് ഇത് കയറി വന്നു എന്നുള്ളതാണ് ഒരു വിഷയം. മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പം യൂട്യൂബിൽ അല്ലെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുകയാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് ഫോളോവേഴ്സ് ഉണ്ടാവും. അപ്പൊ ഒരു പെർട്ടിക്കുലർ വീഡിയോന്റെ താഴെ ജസ്റ്റ് നമ്മളൊരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ, ലിങ്ക് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് വരും, ആ ഒരു ക്രിയേറ്ററുടെ അക്കൗണ്ടിൽ നിന്നും നമുക്ക് മെസ്സേജ് വരും, ഇങ്ങനെയാണ് ഇതാണ് സംഭവം എന്നുള്ളത്. അപ്പൊ ഇതൊന്നും ഓട്ടോമേറ്റഡ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരു 1000 കമന്റ് വന്നാൽ 1000 കമന്റിന് റിപ്ലൈ കൊടുക്കണം, അല്ലെങ്കിൽ 1000 ആൾക്കാരെ നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അപ്പൊ അതിനൊക്കെ എടുക്കുന്ന ടൈം ഭയങ്കര കൂടുതലാണ്. അപ്പൊ അതൊക്കെ കുറച്ച് ഏറ്റവും ടൈം മിനിമൈസ് ചെയ്ത് എന്നാൽ എറർ ഫ്രീ ആക്കിയിട്ട് ചെയ്യാന്നുള്ളതിന് സാറ് പറഞ്ഞ ഓരോരോ പോയിന്റ്സും റെലവെന്റ് ആണ്. പിന്നെ ഒരു സന്തോഷം എന്താ വെച്ച് കഴിഞ്ഞാല്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, എൻ്റെ ജൂനിയർ ആണ്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. മൂപ്പര് വിവിഡ്ലി എന്നെങ്ങാനും പറഞ്ഞൊരു AI ടൂളിൽ അത്യാവശ്യം നന്നായിട്ട് സ്പെഷ്യലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അത് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഇന്നിപ്പോ സെഷൻ തുടങ്ങിയിട്ട് മൂപ്പർ എന്നോട് പറഞ്ഞാൽ എനിക്കൊരു 8 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്, അപ്പൊ അതിന് വേണ്ടി പോവാണ്, റെക്കോർഡഡ് അവൈലബിൾ ആയിരിക്കും എന്ന് ചോദിക്കുന്നതോടൊപ്പം മൂപ്പര് പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ പറയുന്ന സെഷൻസിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ മുസ്തഫ സാർ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള റെലവൻസ് മൂപ്പര് ഭയങ്കര യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത് ഓൾറെഡി കണ്ടു തുടങ്ങിയിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ സിംഗപ്പൂർ ബേസ്ഡ് ആയിട്ടുള്ള UK US ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ഇപ്പോ, അല്ലെങ്കിൽ GCCയിൽ പോലും കമ്പനീസ് ചെയ്യുന്ന എന്താ വെച്ച് കഴിഞ്ഞാല്, അവിടെ ഹെവി ഇൻവെസ്റ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ അവിടെ ഓഫീസ് സെറ്റ് ചെയ്യാണ്ട് ബാക്ക് ഓഫീസ് സെറ്റ് ചെയ്യും. ഇന്ത്യ പോലുള്ള ചീപ്പ് ലേബർ കിട്ടുന്നിടത്ത് ബാക്ക് ഓഫീസ് സെറ്റ് ചെയ്യും. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുന്നാണ് അങ്ങോട്ടേക്കുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇപ്പൊ പല കമ്പനീസും എന്ത് ചെയ്യുന്നുണ്ട്, വർക്ക് ഫ്രം ഹോം ഓറിയന്റഡ് ആയിട്ട്, അതായത് ഫിസിക്കലി നമ്മൾ ടിക്കറ്റ് എടുത്ത് കൊടുക്കണ്ട, വിസ കൊടുക്കണ്ട, അല്ലെങ്കിൽ മൈഗ്രേഷൻ റിലേറ്റഡ് കാര്യങ്ങളൊന്നും നോക്കണ്ട, വർക്ക് ഫ്രം ഹോം ആയിട്ട് തന്നെ പല ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്ത് ചെയ്യുന്നുണ്ട്. പണ്ട് ചെക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവം ഇപ്പൊ പല കമ്പനീസും AI റിലേറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇവിടെ ഒക്കെ എന്താണ്, നമുക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് വരും. ഭാവിയിൽ എല്ലാവർക്കും അവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് പഠിച്ച് അപ്ലൈ ചെയ്യാനുള്ള ഒരു സംഭവം വരും. അപ്പൊ ഇതിലേക്കൊക്കെ സാറ് പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ എന്തായാലും സാർ എന്ത് ചെയ്തോളൂ, കാര്യങ്ങൾ ടേക്ക് ഓവർ ചെയ്തോളൂ. താങ്ക് യു സോ മച്ച്. ഓക്കെ, എൻ്റെ ഡെമോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഒരാൾ ഒരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ പവർ ബിയിൽ എങ്ങനെയാണ് ക്ലൗഡ് കണക്ട് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്. പവർ ബിയിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ലൗഡിൻ്റെ ഡെസ്ക് ടോപ്പ് ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്തിരിക്കണം. അതിൽ നിങ്ങൾ സെറ്റിങ്സിൽ പോയിട്ട് നിങ്ങൾ ഡെവലപ്പർ ഓപ്ഷൻ ഉണ്ടാവും. ഈ ഡെവലപ്പർ ഓപ്ഷനിൽ നമ്മൾ കുറച്ച് ഒരു കോഡ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ MCP സെർവർ എന്നാണ് പറയാറുള്ളത്, മോഡൽ കോണ്ടാക്ട്സ് പ്രോട്ടോകോൾ എന്ന് പറയും. ഈ മോഡൽ കോണ്ടാക്ട്സ് പ്രോട്ടോകോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സിസ്റ്റത്തിൽ 2 ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ആപ്പുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, എനിക്ക് ഇൻസ്റ്റാഗ്രാമും വാട്സപ്പും തമ്മിൽ കണക്ട് ചെയ്യണം. അപ്പോൾ ഈ 2 ആപ്പ് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രിഡ്ജ് വേണം. ആ ഒരു ബ്രിഡ്ജിന് നമുക്ക് MCP ചിന്തിക്കാം. ആ ഒരു MCP നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിൻ്റെ കോഡ് വെച്ചിട്ടൊക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ പവർ ബിയിലോട്ടും AI മോഡൽസ് എന്ത് ചെയ്യാം, ഈ പറയുന്ന ക്ലൗഡ് AI ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പവർ ബിയിൽ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടും അതേപോലെ എന്താ പറയുക, ഫോർമുലാസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഒരു കോഡ് ഉണ്ട്. ഇപ്പോൾ ഈ കോഡ് യൂസ് ചെയ്തിട്ടായിരിക്കണം ഞാൻ എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോൾ പവർ ബി ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഇതേപോലെ MCP വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ പോയിട്ട് കുറച്ച് പ്രോസസ്സൊക്കെ ചെയ്തതിനാലാണ് നിങ്ങൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രേഷനും കാര്യങ്ങളൊക്കെയാണ് ആക്ച്വലി നമ്മൾ കവറപ്പ് ചെയ്യുന്നതും, എങ്ങനെ ചെയ്യണം, ഇതിനെ എങ്ങനെ യൂസ്ഫുൾ ആക്കണം, ഈ പറഞ്ഞ പോലെ ഡാറ്റ പ്രൈവസിക്ക് എന്ത് നിങ്ങൾ നോക്കേണ്ട ആവശ്യങ്ങൾ എന്തെങ്കിലും നമ്മൾ ഗവേണൻസ് പാർട്ട് എന്ന് പറയും. ഈ ഡാറ്റ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഗവേണൻസിൻ്റെ ഭാഗത്ത് വരുന്നതാണ്. ഇപ്പോൾ എല്ലാ കമ്പനീസും ഡാറ്റ സെക്യൂരിറ്റിയും ഡാറ്റ ഗവേണൻസിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ ചോദിക്കാം. സോ ഞാൻ പറഞ്ഞ ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും ഓർത്ത് വെക്കുക. നിങ്ങൾ ഇവോൾവ് ചെയ്യുക മക്കളെ. ഇവോൾവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ അതെനിക്ക് ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതെനിക്ക് ഉറപ്പ് തരാൻ പറ്റും. ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ പല ആൾക്കാരും അത് ഇതൊന്നും വരാൻ പോകുന്നില്ല. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അത് പറഞ്ഞപ്പോൾ ദുബായിൽ വർക്ക് ചെയ്യുന്ന ഫ്രണ്ടാണ്. എടാ നീ പറയുന്ന കാര്യം ഒന്നും ഉൾപ്പെടുത്തുന്ന വരില്ല അങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി പല ഏരിയാസിലും വന്നിട്ടുണ്ട്. അത് നിങ്ങളെ അടുത്തേക്ക് ഇപ്പോൾ നാളെ വരാം അല്ലെങ്കിൽ മറ്റന്നാൾ വരാമെന്ന രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങളിത് പഠിച്ചിരിക്കുക. പഠിച്ചിരുന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ റെലവൻസ് ഉണ്ടായിരിക്കുള്ളൂ. ഇവോൾവ് വിത്ത് AI ഓർ ഗെറ്റ് റീപ്ലേസ്ഡ് ബൈ AI എന്ന് പറഞ്ഞുള്ളൊരു ടാഗ് ലൈനോടുകൂടെ ഞാനൊരു സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കോഡിംഗ് പഠിക്കണോ? നമ്മൾ ഈ ഒരു കോഴ്സിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും കോഡിങ്ങിൻ്റെ ബേസിക്സ് അറിഞ്ഞിരിക്കണം. ഞാനൊരു ഡാറ്റ അനലിസ്റ്റ് ആണോ ചോദിക്കുന്നത്? അതൊരു ഡാറ്റ അനലിസ്റ്റിൻ്റെ മുകളിലോട്ട് വരുന്ന റോളാണ് ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത്. ഡാറ്റ അനലിറ്റിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷേ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലെ മെഷീൻ ലേണിംഗ് കാര്യങ്ങളൊക്കെ പഠിക്കുന്ന ആൾക്കാർ നമ്മൾ ഡാറ്റ സയൻറ്റിസ്റ്റ് എന്നാണ് പറയാറുള്ളത്. സോ ഡാറ്റ സയൻറ്റിസ്റ്റ് ഒക്കെ. ഓഡിറ്റിങ്ങിലും AI ഇൻ്റഗ്രേഷൻ എങ്ങനെയാണ് വരുന്നത്? ഓഡിറ്റിങ്ങിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ AI ഏജൻറ്റ് ബുക്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത പോലെ ഓഡിറ്റിംഗ് ചെയ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈവൻ ഫിസിക്കലായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റാറ്റുറ്ററി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് റെഗുലേഷൻ, ഇപ്പോൾ സൈനിങ് അതോറിറ്റി ഉള്ള റോൾസ് ഒരിക്കലും AI റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ അബൂബക്കർ സാർ CA എന്ന് പറഞ്ഞു, അപ്പോൾ അബൂബക്കർ സാറിന് റീപ്ലേസ് ചെയ്തിട്ട് ഒരിക്കലും AI വരില്ല. അല്ലെങ്കിൽ സൈനിങ് അതോറിറ്റി വേണ്ട റോൾസിൻ്റെ ഭാഗത്ത് ഒരിക്കലും AI വരാൻ വേണ്ടി പറ്റില്ല. അതെനിക്ക് കൺഫർമേഷൻ തരാൻ പറ്റും. ഇതൊക്കെ 6 മന്ത് ഡ്യൂറേഷനിൽ പഠിച്ച് തീർക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും പറ്റും. നമ്മൾ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പ്രോഗ്രാം എന്തൊക്കെയാണ് നോക്കുക, അതിലും കവറപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നോക്കുക. കമ്പനി റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമ്പോൾ MCP ചെയ്യുന്നതിൽ ഡാറ്റ സെക്യൂരിറ്റിയുടെ ഭാഗമായിട്ടുണ്ടെങ്കിൽ ഓൾട്ടർനേറ്റീവ്സ് MCP സെർവേഴ്സായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് കമ്പനി റെസ്ട്രിക്ഷൻസ് വെക്കുക എന്ന് പറഞ്ഞാൽ, കമ്പനി ഓൺ AI മോഡൽ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതായിട്ട് കണക്ട് ചെയ്യാം. ക്ലൗഡ് AI മാത്രമല്ല, നമുക്ക് ഏത് മോഡലായിട്ട് MCP സെർവേഴ്സ് അവൈലബിൾ ആണ്. അവർ റിലീസ് ചെയ്യുന്നുണ്ട്, MCP സെർവേഴ്സിൻ്റെ കോഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ലോക്കൽ LLMs ഉണ്ടായതുകൊണ്ട് നിങ്ങൾ ഡാറ്റ പ്രൈവസിയെ പറ്റിയിട്ടോ ഡാറ്റ സെക്യൂരിറ്റിയെ പറ്റിയോ നിങ്ങൾ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. സോ ബാച്ചസിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അബൂബക്കർ സാറിനോട് യാസിർ സാറിനോട് നമ്മളത് ഗ്രൂപ്പിൽ എന്തായാലും സാറെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എല്ലാവരും ഓൾറെഡി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ ഷെയർ ചെയ്യും. പിന്നെ അതുപോലെ നമ്മൾ ഇതുപോലത്തെ സെഷൻസ് തന്നെ എന്ത് ചെയ്യും, മറ്റുള്ള മൊഡ്യൂൾസ് റിലേറ്റഡ് ആയിട്ടുള്ള സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സാറിന്റെ എന്താ പറയാ, ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു കാര്യമാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കുന്നുണ്ട്. അപ്പൊ എല്ലാം കൂടി നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒറ്റൊരു 1 hour സെഷനിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റൂല. കാരണം ഇതൊരു ലോങ് ടേം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോകുന്ന ഇയേഴ്സ് ആൻഡ് ഇയേഴ്സ് ഓഫ് ഒരു സംഭവം മാറുന്ന ഒരു സംഭവമാണ്. 1 മണിക്കൂർ കൊണ്ടൊന്നും ഒരിക്കലും പറ്റൂല. അത് നമുക്ക് എന്ത് ചെയ്യാം, ഗ്രൂപ്പിൽ കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നമുക്കത് ടേക്ക് അപ്പ് ചെയ്യാം സാറേ. ഓക്കെ ഓക്കെ. നമ്മളെ ഏകദേശം ഒരു 1 hour and 15 minutes എടുത്തിട്ടും കുട്ടികൾ അത്രയും റെസ്പോൺസീവ് ആയിട്ട് നിന്നത് ഭയങ്കര കാര്യമാണ്. അപ്പൊ സാറ് നന്നായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, മാനേജ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ താങ്ക് യു സാർ. എന്തെങ്കിലും കൺക്ലൂഡ് ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇല്ല, ഇപ്പൊ ഈ പറഞ്ഞ പോലെ എത്രയും പേര് ഇതിൽ കോൺകറന്റ് ആയിട്ട് നിന്നു എന്നുള്ളതാണ് എനിക്ക് എന്താ പറയാ സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. താങ്ക് യു ഫോർ ജോയിനിങ്. നിങ്ങൾക്കൊരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ളൊരു സെഷൻ ഡെലിവറി ചെയ്യാൻ പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജസ്റ്റ് ഇത് കേട്ടിട്ട് നിങ്ങൾ നിർത്തി പോകരുത്. ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ റിയൽ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യാൻ വേണ്ടി നോക്കുക. ഇങ്ങനെയുള്ള സ്കിൽ സെറ്റുകൾ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു അബൂബക്കർ സാർ. Thank you, sir. Thank you so much. Thank you, everyone. We'll see you soon. Thank you so much. Okay.